ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1714 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു പുസ്തക പരിചയ സെഷനാണ്. ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പുസ്തക പരിചയത്തിനായി നമ്മോടൊപ്പം അതിഥിയെ എത്തുന്നത് ഡോക്ടർ മഷൂദാണ്. അദ്ദേഹം പല സെക്ഷനുകളിലായി അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുസ്തക പരിചയത്തിന്റെ 4ാം ഭാഗമാണ്. ഇന്നത്തെ പുസ്തക പരിചയത്തിനായി ഡോക്ടർ മഷൂദിനെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. ഡോക്ടർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഡോക്ടർ എത്തുമ്പോഴേക്കും ഷാലുരാജനെ ഒന്ന് കോഹോസ്റ്റ് ആക്കണേ മനോജ് ഡോക്ടറെ. അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ, ഒരു സംശയമില്ല. ആദ്യം ചെയ്തിരിക്കും ഡോക്ടർ. ഞാൻ എന്തുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റി എത്തിയിട്ടുണ്ട്. ഡോക്ടറെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. തുടങ്ങാം. ഡോക്ടറെ ഒരു മിനിറ്റ്. ഞാൻ എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചാൽ, തൊട്ടും മലയാള സെഷൻ ഞാൻ കണ്ടു, പലപ്പോഴും കാണാറുണ്ട്. ഈ ഹോസ്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ ഒരല്പം കൂടെ കെയർഫുൾ ആകേണ്ടതുണ്ട്. പലരെയും കോ ഹോസ്റ്റ് ആക്കേണ്ടതുണ്ട്. പലപ്പോഴും വീഴ്ച വരുന്നുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ കൂടി പറയുന്നതാണ്. ഓക്കെ. IFPHന്റെ അഭിമന്യരായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഈ IFPHൽ ഇന്ന് ഇതിൽ സന്നിധരായിരിക്കുന്ന എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം പറയുന്നു. ഞാൻ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ കേൾക്കാമല്ലോ? ഹലോ, ഞാൻ എൻ്റെ പുസ്തകത്തെ കുറിച്ചുള്ള പുസ്തക പരിചയം എന്നുള്ള ഒരു സെക്ഷനുമായിട്ട് വരുന്നുണ്ട്. ഇതെൻ്റെ 4ാമത്തെ അപ്പിയറൻസ് ആണ്. എൻ്റെ ഈ പുസ്തകത്തെ കുറിച്ച് വീണ്ടും 2-3 വാക്കുകൾ പറയാനും ഉദ്ദേശിക്കുന്നു. അൺവീൽഡ് മൈക്രോ സീക്രട്സ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷിലുള്ള ഒരു കൃതിയാണ്. ഇതില് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടില് കാണുന്ന കുറെ പച്ചമരുന്നുകളിലും പിന്നെ കുറച്ച് ഹോമിയോ ഔഷധങ്ങളിലും പിന്നെ കുറച്ച് പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ കണ്ട കുറച്ച് പദാർത്ഥങ്ങളുടെ, അതായത് അത് ഏത് വിധത്തിലാണ് എന്ന് വ്യക്തമായി എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കഴിയുന്ന വിധത്തിൽ അതിനകത്ത് ആഖ്യാനം ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ചിത്രങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ വഴിയോരങ്ങളിൽ ധാരാളമായി കാണുന്ന പച്ചമരുന്നുകളിൽ പലതും വളരെ കൂടുതൽ ഔഷധ ഉപയോഗ്യമാക്കി വന്നിട്ടുള്ളതും പാരമ്പര്യമായിട്ട് വളരെയേറെ ഉപയോഗിക്കുന്നതും ആയിട്ടുള്ള ഔഷധ സസ്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഔഷധങ്ങളിലും വളരെ വിവാദമായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഔഷധങ്ങളിൽ പ്രായോഗികമായിട്ട് ഈ മെഡിസിനൽ പ്രിൻസിപ്പിൾസ്, അതായത് ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെയും എന്താണ് എന്ന് വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഇതിലും ഈ ഹൈ പൊട്ടൻസിയോ അല്ലെങ്കിൽ വെരി മീഡിയം പൊട്ടൻസിയോ ഒന്നും തന്നെ ഞാൻ ഒരുപാട് വാച്ച് ചെയ്യുകയും ഒരുപാട് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സാധാരണ അറിവിൽ വെച്ച് അത് എനിക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാ മദർ ടിഞ്ചറുകളിലും നമുക്ക് ഈ ക്രിസ്റ്റൽസിനെ വേർതിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതിലുപരി ഈ ക്രിസ്റ്റലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള തനതായ സ്വഭാവ വിശേഷം കാണാനും കഴിയും, വ്യത്യസ്തമായി സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഫാർമസിയുടെ ഭാഗത്ത് ഹോമിയോപ്പതിക്ക് ഇത് വളരെ കൂടുതൽ സഹായിക്കുന്ന ഒരു പഠനമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ ഈ പുസ്തകത്തില് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. നമുക്ക് സമയക്കുറവ് ഒന്നുകൂടാ എന്നുള്ളത് കൊണ്ട് ഞാൻ നേരിട്ട് തന്നെ നമ്മുടെ ഈ ചിത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിവെച്ചത് കറുക എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നാണ്. ഒരു സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? ഇതില് വ്യക്തമായിട്ട് കാണാം. ഇതിന്റെ പേര് ബെർമൂദ ഗ്രാസ് എന്നാണ്. കറുക എന്നാണ് നമ്മുടെ നാട്ടില് ഇതിനെ പറയുന്നത്. ഇതിന്റെ സയന്റിഫിക് നെയിം സിനാഡോൺ ഡക്റ്റൈലോൺ എന്നാണ്. സിനോഡോൺ ഡക്റ്റൈലോൺ. ഞാനിതിൽ പഠന വിധേയമാക്കിയത് ഓൾ പ്ലാന്റ് ആണ്. ഇതിന്റെ ഔഷധവുമായിട്ട് ഉപയോഗിക്കുന്നതും ഓൾ പ്ലാന്റ് ആണ്. അതായത് മുഴുവൻ വേര് ഉൾപ്പെടെ വാഷ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ട് ഇതിനെ മൊത്തമായിട്ടും അരച്ച് ഇതിന്റെ ലേപനത്തിനും ഔഷധ വെള്ളം അതിന്റെ ജ്യൂസ് ആക്കി കഴിക്കാനും
പിന്നെ വ്രണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. ഇതിന് ഈ വ്രണങ്ങളെ ഉണക്കാനുള്ള കഴിവ് അപാരമാണ്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഈ മിഡോസ്, അതായത് ഈ മെത്ത പോലുള്ള കാര്യങ്ങൾ പണ്ട് കാലത്ത് ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ യാത്രയിലൊക്കെ ഈ പുല്ല് ധാരാളമായി പറിച്ച് മെത്തയായിട്ട് ഉപയോഗിച്ച് വന്നിരുന്നു. ഇതിന് നമ്മുടെ ട്രഡീഷണലായിട്ട്, അതായത് ഇപ്പോൾ മതപരമായിട്ട് ഇതിന് വളരെ പ്രാധാന്യമുള്ള ആണെന്ന് നമുക്കറിയാം. മറ്റേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ കറുക വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഈ കുറച്ച് കറുക നമ്മുടെ സ്ട്രെങ്ത്, അതായത് ജനറൽ വൈറ്റാലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കറുക. ഇതില് നല്ല വിധത്തില് സിലിക്ക അടങ്ങിയിട്ടുള്ളത് കൊണ്ടും ആയിരിക്കാം ഇത് വ്രണങ്ങൾക്കും പൈൽസിനും ഒക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട്. ബ്ലീഡിങ്ങിനും ഈ മരുന്ന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. റിലീജിയസ് പർപ്പസിനാണ് ഈ കറുക സാധാരണ ഈ മരണത്തിന് ശേഷമുള്ള ചടങ്ങുകൾക്ക് കണ്ണിന്റെ കാഴ്ച കൂട്ടാനോ HB കൂട്ടാനോ അങ്ങനെ കണ്ട് ഉപയോഗിക്കും കറുക. ഇതിലെ പൊട്ടാഷ്യം, കാൽഷ്യം, ഫോസ്ഫറസ് ഉണ്ട്. കണ്ണിന്റെ ഒന്നിനും ഉപയോഗിക്കുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഇതിന്റെ നേര് സാധാരണ ഈ വ്രണങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ പൈൽസിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബ്ലീഡിങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം റിലീജിയസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മതപരമായ ചടങ്ങിന് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ക്രിസ്റ്റൽ തന്നെ ഒരു വള്ളം പോലെ കിടക്കുന്നുണ്ടോ? അത് നെക്സ്റ്റ് പേജ് കാണിക്കൂ. ഇത് പിന്നെ അടുത്തതിൽ നല്ല ഗ്ലാസി ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അടുത്ത് കാണാം. ഈ താഴെ രണ്ടാമത് കിടക്കുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതൊരു മോതിരത്തിന്റെ റിങ് പോലെ, അതൊരു എയർ ബബിൾ കൂടി ചേർന്നപ്പോൾ ഒരു മോതിരം പോലെയായി. മുകളിലത്തെ ഒരു വള്ളം പോലെയാണ്. ശരി, നെക്സ്റ്റ്. ഇതില് പിണഞ്ഞ് കിടക്കുന്ന പോലെ കുറച്ച് ക്രിസ്റ്റൽസ് താഴെ കാണാം. ഈ ഒരു മുറ്റം അടിക്കുന്ന ചൂലിന്റെ പോലെ കെട്ടിയിട്ടിരിക്കുന്ന അതിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. നടുക്ക് ഒരു ചെറിയ കെട്ട് പോലെ ഉള്ളത്. സാധാരണ ഞാൻ മുമ്പ് പറഞ്ഞു, മിക്കവാറും നമ്മുടെ ഈ ഔഷധ സസ്യങ്ങളിൽ കാണുന്ന ഒരുതരം ഇതാണ്. ഈ നക്ഷത്രത്തെ പോലെ, അത് സ്റ്റാർ പോലെ ഒരെണ്ണം കിടപ്പുണ്ട്. നല്ല ഗ്ലാസിയാണ്. അത് നല്ലവണ്ണം ഇത് വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്. ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഈ പുല്ലുവർഗത്തിൽ കിട്ടുന്നതിന് വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട്. എന്നാലും കറുകയിൽ പ്രധാനമായിട്ട് കാണുന്ന ഒന്നാണ് ഈ റൈറ്റ് സൈഡിലെ ഒരു ക്രിസ്റ്റലാണ്. ഈ ചെറിയൊരു ഭാഗമാണ് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്നത്. അതിന്റെ ഒരു ചെറിയ ഭാഗം, അതായത് ഈ താഴെ വശത്ത് ഒരു സ്റ്റാർ പോലെ കിടക്കുന്നുണ്ടല്ലോ കുറച്ച്, അതിനോട് ചേർന്ന് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ഒരു ക്രിസ്റ്റൽ. ഇത് വലുതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇപ്പൊ ഇത്രയും സ്ലൈഡിലെ ഇതിന്റെ വലിപ്പമേ ഉള്ളൂ എങ്കിൽ പറഞ്ഞത് കാണാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും റൈറ്റ് സൈഡിലെ ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കും. എല്ലാവരും ചെയ്താല് കുറച്ചുകൂടെ കാണാം. ഈ വലത് സൈഡിലെ സ്റ്റാറിനും വലത് സൈഡിലായിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ്, ഇത്രയേ ഉള്ളൂ. ഈ ഗ്ലാസി ആയിട്ടുള്ള ഈ ക്രിസ്റ്റല് ഈ ലൈറ്റിനൊക്കെ പ്രൊജക്ട് ചെയ്യുന്നതിന് വേണ്ടി സാധാരണ ഈ അമ്പലത്തിലൊക്കെ വിഗ്രഹത്തിന്റെ പുറകുവശത്തൊരു ധാരയുടെ ഭാഗത്തൊരു ലൈറ്റ് പ്രൊജക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ്സിൽ ഒരു സാധനം ഉണ്ടാക്കി വെക്കും. അതേപോലെയാണ് ഈ ക്രിസ്റ്റൽ കാണുന്നത്, ഏഴ് സൈഡിൽ കണ്ടത്. നെക്സ്റ്റ്, ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രിസ്റ്റലാണ്, ഒരു പ്ലാന്റ് ആണ്. എന്താണ്? അലോവീര അഥവാ കറ്റാർ വാഴ. നമ്മളിപ്പോ അലോസ്കോട്രീന എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കറ്റാർ വാഴ അല്ല. ഇത് നമ്മുടെ നാട്ടിലെ അലോവേരയാണ്. വേര എന്നാണ് അതിന് ഉദ്ദേശം. അലോവേര, കറ്റാർ വാഴ എന്ന് പറയുന്നത് ഓൾ പ്ലാന്റ് ആണ്. ഞാൻ ഇതിനകത്ത് വാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വളരെ പാടാണ്. ഇത് വാട്ടറി ആണ്, അതുകൊണ്ട് ഇതിന്റെ ക്രിസ്റ്റൽസ് ഡെലിവറ്റ് ചെയ്ത് എടുക്കാൻ പാടല്ലേ എന്നൊക്കെ ചോദിക്കാം. എന്നാൽ ഇത് ഞാൻ കണ്ടതിൽ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ക്രിസ്റ്റൽ കാണാൻ കഴിഞ്ഞ ഒരു പ്ലാന്റ് ആണ് ഈ അലോവേര. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ക്രിസ്റ്റൽസ് നമുക്കിപ്പോ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തൊക്കെയാണ് സാധാരണ ഞാൻ എല്ലാ ക്രിസ്റ്റലും കണ്ടത്. മദർ ടിഞ്ചർ പ്രിപ്പയർ ചെയ്യാൻ തന്നെ പാടാണ്. ഹോമിയോ മെഡിസിൻസ് നോക്കി കിട്ടുന്ന മദർ ടിഞ്ചർ നമുക്ക് നേരിട്ട് എല്ലാ ക്രിസ്റ്റൽസും കാണാൻ കഴിയില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, എല്ലാ മെഡിസിനൽ ഫാർമസ്യൂട്ടിക്കൽസിൽ നിന്ന് വാങ്ങുന്ന ടിഞ്ചറുകൾക്കും നമുക്ക് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ടൊന്നും ഒബ്സർവേഷനിൽ കിട്ടാൻ സാധ്യതയില്ല. കാരണം ഹോംകോയിൽ നിന്ന് വാങ്ങുന്ന മെഡിസിൻസ് തന്നെ അൾട്രാ ഫിൽട്രേഷന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഫിൽട്രേഷന് ശേഷം നമുക്ക് കിട്ടുന്ന മരുന്നുകളിൽ ഈ ക്രിസ്റ്റൽസിന്റെ ഘടന അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയും. ഇപ്പൊ വളരെ നാളുകൾ വെച്ചിരുന്നതിന് ശേഷം ഒരു വളരെ പഴകിയ യൂഫ്രേഷ്യ എന്ന് പറയുന്ന ഒരു ടിഞ്ചർ ഞാൻ ഈ ക്ലിനിക്കിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ വർക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഫാർമസിയിൽ നിന്ന് എടുത്ത് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് വളരെ കൂടുതൽ ക്രിസ്റ്റൽസ് കാണാൻ കഴിഞ്ഞു യൂഫ്രേഷ്യയിൽ. എന്നാൽ ഒരു പുതിയ അപ്പൊ തന്നെ ഞാൻ അത് റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫാർമസിയിൽ നിന്നും ഹോംകോയിൽ നിന്നും ഞാൻ ആ പുതിയ യൂഫ്രേഷ്യ വാങ്ങി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, നോക്കി. പക്ഷെ ആ പഴയതിൽ കണ്ട ക്രിസ്റ്റൽസിന്റെ
വളരെ ഒന്നോ രണ്ടോ അപൂർവമായിട്ട് മാത്രമേ ക്രിസ്റ്റൽസ് കാണാൻ ഇതിൽ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ ഈ ക്രിസ്റ്റൽസിന്റെ യഥാർത്ഥ സ്വഭാവം അവയുടെ നിയതമായ പ്രത്യേക രീതിയിലുള്ള ആംഗിളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവ ഒരു 3 ഡയമെൻഷണൽ വ്യൂ ആയിരിക്കണം, അതല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ആയിരിക്കണം, എങ്കിലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള നമ്മുടെ കൺസെപ്റ്റ് ഉപ്പുപരലുകളൊക്കെ കണ്ടതിൽ നിന്നുണ്ടായതാണ്. യഥാർത്ഥത്തിൽ അതങ്ങനെ ആരും വിചാരിക്കരുത്. ഈ അലോവേരയുടെ ക്രിസ്റ്റലുകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആ ധാരണ തീരെയും മാറും. ഇപ്പൊ അലോവേര വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണ് അലോസ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അലോവേസ് ഉപയോഗിച്ചിരുന്നു. ഈ അലോസ് ഇന്നും നാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരു പച്ചക്കറിയായിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വെജിറ്റബിൾ ആയിട്ട് ഈ അലോയുടെ തണ്ട് നമുക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തുള്ള ആ ഒരു ജെല്ല് നല്ല ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ജെല്ലിലാണ് ഈ ക്രിസ്റ്റൽസ് ഉള്ളതെങ്കിലും ഇതിന്റെ ഗ്രീൻ പാർട്ടിൽ സാധാരണ എല്ലാ പ്ലാന്റ്സിന്റെയും ഫ്രൂട്ട്സിന്റെയും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറികളുടെ ആയിരുന്നാലും തോടിനോട് ചേർന്ന് ജസ്റ്റ് താഴെ ഒരു ചെറിയ ലെയർ ഉണ്ടായിരിക്കും. അത് പല ഗന്ധങ്ങളിൽ വരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ആ തൊലി എന്ന് പറയുന്നത് പിന്നെ മഹത്വം ഏറിയതായിട്ട് പല വേദങ്ങളിലും പല ഗ്രന്ഥങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് അതിന്റെ മഹത്വം എന്ന് നമുക്ക് ഈ കാര്യം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതായത് ഇതിന്റെ താതാത്മ്യം ഉള്ള ക്രിസ്റ്റൽസ് പലതും ഈ നേരിയ സ്ഥലത്തിലാണ് ഉള്ളത്. അതായത് ഈ തൊണ്ടിനോട് ചേർന്ന് തൊട്ട് താഴ്ഭാഗത്താണ് കാണുന്നത്. വെള്ളരിക്കായിരുന്നാലും ശരി, വെണ്ടയ്ക്കൊക്കെ ആയിരുന്നാലും ശരി, അങ്ങനെ കാണാൻ കഴിയും. ഈ അലോവേരയുടെ ആ ജെല്ലിൽ നമുക്ക് നല്ല തരത്തിലുള്ള ക്രിസ്റ്റൽസ് കാണാൻ കഴിയും. ഇപ്പം തന്നെ അലോവേര വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ അലോവേരയുടെ ടെന്നം പൊട്ടൻസിയെ കുറിച്ചൊക്കെ എനിക്ക് നമ്മുടെ സാധാരണ പ്രാക്ടീസിൽ തന്നെ വളരെ കൂടുതൽ അത്ഭുതാവഹമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്നാണ് ഈ അലോവേര. ഇപ്പോഴും പല പ്രാഥമികമായിട്ടുള്ള പാരമ്പര്യമായിട്ട് ഇതിന് ടിഞ്ചർ തന്നെ ഡയറക്റ്റ് ആയിട്ട് കണ്ടമാനം യൂസ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ പോലും അതിന് ആക്ഷൻ ഉണ്ട്. ഫൈൽസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മറ്റും പലതിനും. ഇതിനെപ്പോലെ ഒരു ക്ലൻസർ ആയിട്ടുള്ള ഒരു മെഡിസിൻ വേറെ ഇല്ല. നല്ല ആന്റിസോറിക്കുമാണ് ഈ അലോവേര. നമ്മുടെ ടെന്നം പൊട്ടൻസിയിൽ ഒരൊറ്റ ഡോസ് കൊണ്ട് മാത്രം എനിക്ക് 4 or 5 കേസ് ഇടുക്കിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ പൈൽസിനെ എടുത്തിട്ടുണ്ട്. വളരെ ക്രോണിക് ആയിട്ടുള്ള പൈൽസ് വെറും ടെന്നം പൊട്ടൻസി കൊണ്ട് മാത്രം നല്ല ക്യൂർ കിട്ടിയിട്ടുണ്ട്. അതേസമയം 30 പൊട്ടൻസി ഒക്കെ നല്ല ക്ലെൻസിങ് ആണ്, ബോഡിയെ നല്ല സൂത്ത് ചെയ്യുന്നതിനും എന്തെങ്കിലും കുറേ മരുന്നുകൾ കഴിച്ചതിന് ശേഷമുള്ള ഡിഫക്ട്സ് കുറയ്ക്കുന്നതിന് ഒക്കെ ആയിട്ട് ഇതൊക്കെ അത്രയും ക്ലെൻസർ ആണ് അലോസ്. അതിന്റെ ടിഞ്ചർ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കും. ഈ നെക്സ്റ്റ് പേജില് ഈ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കുറച്ച് എല്ലാം ചെയ്താൽ കാണാം. എല്ലാം കൂടുതലായിട്ടും മുള്ളുപോലെ കിടക്കുന്നതാണ്. ഈ ക്രിസ്റ്റൽസിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പുസ്തകത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു പിക്ചറാണ് ഈ കാണുന്നത്. അതായത് ഇതിൽ തന്നെ നിങ്ങൾക്ക് 6 തരത്തിലുള്ള നീളം, 6 നീളം കാണാം. ഈ നീളം, ഇതിന്റെ നീളം വളരെ അർഹിക്കുന്നതാണ്. ഇതിന് വളരെ നീളം കൂടിയ ഒരെണ്ണം കിടപ്പുണ്ട്, നീഡിൽ പോലെ. ആ നീഡില് പോലെ ഉള്ളത് അത് തന്നെ ഒരു 5-6 അതേ സൈസിൽ കാണും ഒരു പ്ലാന്റിൽ. ഞാൻ ഈ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഒരു പ്ലാന്റിൽ കാണും. അതേപോലെ തന്നെ ഒരു സൈസിലുള്ള നീഡിൽസ് കുറെ കാണും. അടുത്ത വേറൊരു സൈസിലുള്ള നീഡില് അത് വേറെയാണ്, അത് വേറെ ഇത് തന്നെയാണ്, പക്ഷെ ആ സൈസിലുള്ള നീഡിൽ അതേപോലെ തന്നെ കുറെ കാണും. അടുത്ത അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുത് കാണും. ഈ വലിയ നീളം കൂടി കിടക്കുന്നത് 2 സൈഡും പോയിന്റഡ് ആണ്, പക്ഷെ മറ്റത് രണ്ടും വളരെ ടാപ്പറിങ്, അതായത് പോയിന്റഡ് അല്ലാത്ത ഇതാണ്. പിന്നെ ഒന്ന് തിക്കായിട്ട് കിടപ്പുണ്ട് കാണാം. ഒറിജിനൽ പിക്ചർ മൈക്രോസ്കോപ്പിലൂടെ എടുത്ത ഫോട്ടോസിന്റെ പിക്ചറുണ്ട്, താഴെ ഞാൻ വരച്ചതുകൊണ്ട്. ഈ സൈസ് എല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ സൈസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ 4-5 ഐറ്റം നിരനിരയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതേ ലെവലിൽ തന്നെ മറ്റൊരു സ്ലൈഡിലും കാണാൻ കഴിയും. ഇപ്പൊ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തു, അതിനകത്ത് ഒരു സൈഡിലെ ഒരു പിക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരൊറ്റ സ്ലൈഡ് മീൻസ് ഒരു വ്യൂ. അടുത്ത വ്യൂവിലും നമുക്ക് അതുപോലെ തന്നെ കാണാൻ കഴിയും. വേറൊരു വ്യൂവിൽ വേറൊരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്താൽ ഇതേ കാണാൻ കഴിയും. എന്നാൽ വേറൊരു പ്ലാന്റ് എടുത്ത്, വേറൊരു സൈസിൽ ഒരു പ്ലാന്റ് എടുത്തിട്ട് അതിനെ ടിഞ്ചർ പ്രിപ്പയർ ചെയ്തെടുത്താൽ ഒരുപക്ഷെ ഇതിന്റെ തിക്നെസ്സിനൊക്കെ വലിയ വ്യത്യാസം കാണാനും സാധിക്കും. ഇങ്ങനെ ക്രിസ്റ്റൽ സ്റ്റഡിക്ക് വളരെ നല്ല എളുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് അലോവേര. ഈ അലോവേരയുടെ ഈ ക്രിസ്റ്റൽസിന് ചെറിയ ചൊറിച്ചിലുള്ള ഭാഗമാണ് ഈ കുത്തുന്ന രീതിയിൽ വരുന്നുണ്ട്. ഈ അലോസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നീഡിൽ ലൈക്ക് സാധനങ്ങളുള്ള പ്ലാന്റ്സിനെല്ലാം വളരെയേറെ പഴക്കവും ഒരുപാട് വർഷത്തെ പാരമ്പര്യവും ഉള്ളതായിട്ട് കണ്ടുവരുന്നു. അത് ഞാൻ നേരത്തെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രിസ്റ്റൽസിന്റെ സൈഡൊക്കെ ഞാൻ ഇതിനകത്ത് താഴത്തെ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് വരച്ചു ചേർന്നതാണ്. അത് ആദ്യകാലങ്ങളിൽ എനിക്ക് വരയ്ക്കാനേ പറ്റുള്ളൂ. പിന്നീടാണ് ഞാൻ അത് ഫോട്ടോ എടുക്കാനുള്ള സംവിധാനത്തിലേക്ക് വന്നത്. നെക്സ്റ്റ് ഡോക്ടറെ, അടുത്ത സ്ലൈഡ്. ഇപ്പം നമുക്ക് കാണാം കീഴാനെല്ലി. അതിന് മലയാളത്തിൽ കിഴുകാനെല്ലി എന്നും പറയും. ഫില്ലാന്തസ് എന്ന് മലയാളത്തിൽ പറയുന്നതാണ്. ഫില്ലാന്തസ് അമാരസ് എന്നാണ്
ഇതിന്റെ ഈ ശാസ്ത്രീയ നാമം. പോൾ പ്ലാന്റ് ആണ് ഞാൻ ഇതിൽ ഒബ്സർവ് ചെയ്തിരിക്കുന്നത്, ഒബ്സർവേഷൻ. പിന്നെ സീഡ് അണ്ടർ ലീഫ് എന്നും ഇതിന്റെ പേരുണ്ട്. കാരണം ഇതിന്റെ ഈ കിഴനെല്ലിയുടെ എല്ലാം പ്രത്യേകത നമുക്കറിയാം. ഈ ഇലയുടെ താഴ്വശത്ത് ചെറിയ ചെറിയ മുട്ടുകൾ കായ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, അതാണ് അതിന്റെ കായ്. ഈ ചെറിയ കായ് ഇങ്ങനെ നിരനിരയായിട്ട് ലീഫിന്റെ ഇടയിൽ അടിയിൽ കാണും. ആ കീഴെ ഇലയുടെ ലീഫിന്റെ അടിയിലുള്ള കീഴെ അല്ലെങ്കിൽ താഴെയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് കീഴാനെല്ലി. നമ്മുടെ നാട്ടിൽ എന്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്? മഞ്ഞപ്പിത്തത്തിനാണ് കീഴാനെല്ലി ഉപയോഗിക്കുന്നത്. ഇപ്പോഴും അതിന്റെ നീരും ഒക്കെ മഞ്ഞപ്പിത്തത്തിന് പാരമ്പര്യമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് കീഴാനെല്ലിയുടെ മറ്റ് ആയുർവേദത്തിലും അതുപോലെ തന്നെ ഇവർ ഈ മിനറൽ മെഡിസിനിലും ഒക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് കീഴാനെല്ലി. കീഴാനെല്ലി തന്നെ, അതിന് വേറെ സ്പീഷീസ് വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് കാണുന്നത്. കൂടുതലും നമ്മുടെ നാട്ടിലാണിത് ഇന്നാണ് ഇത് ഉപയോഗത്തിൽ വന്നിട്ടുള്ളത് എന്നറിയാം. 15-30 സെന്റിമീറ്ററിൽ മാത്രം വളരുന്ന ഒരു സസ്യമാണ് ഇത്. സസ്യത്തിന്റെ ഒക്കെ ഡിസ്ക്രിപ്ഷൻസ് ഞാൻ ഇതിനകത്ത് പ്ലാന്റ്സിന്റെ ഓരോന്നിന്റെയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അത് കണ്ടെത്താനും ഒക്കെ പാടാണ്. ഇപ്പൊ ഓരോ സസ്യങ്ങളും പല രീതിയിലും പല വിധത്തിലും കാണാറുണ്ട്. ഔഷധത്തിന് ആയിട്ട് ഉപയോഗിക്കുന്നവയുടെ പ്രത്യേകമായിട്ട് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. എന്നാലും ഇന്നത്തെ കാലത്ത് നമ്മൾ പല ഔഷധ പുസ്തകങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഇതും ആകാം എന്നൊരു പദവും കൂടെ അതിനകത്ത് കാണാം. ഈ സസ്യങ്ങളുടെ എല്ലാം ഇതുമാകാം. അപ്പൊ നമ്മുടെ സിമിലിയ എന്ന് പറയുന്ന വാക്കിനും അത്രമാത്രമാണ് പ്രാധാന്യം എന്ന് പിന്നീടാണ് മനസ്സിലാക്കുക. അങ്ങനെ ഒരു വ്യൂവിൽ നമുക്ക് കാണാം. അപ്പോ സെയിം ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നിർബന്ധ ബുദ്ധി ഹോമിയോപ്പതി പഠിക്കാൻ ചെന്നപ്പോഴേ നമ്മുടെ മനസ്സിൽ അങ്ങനെ വന്നിട്ടുണ്ട്, എനിക്ക് പ്രത്യേകിച്ച്. പക്ഷെ അത് സെമിലർ എന്നുള്ള വാക്ക് നാം മനസ്സിലാക്കേണ്ടതാണ്. ജോണ്ടിസിനാണ് ഇത് സാധാരണ ഉപയോഗിക്കുന്നത്. ലിവർ റെമഡിയാണ്. ഇപ്പോഴും നല്ല ഉപയോഗമുള്ളതാണ് ഇത്. കിഴാനെല്ലി നമുക്ക് സമൂലവും ചവച്ച് കഴിച്ചാൽ പോലും നല്ല ഇറിട്ടന്റ് ആയിട്ടുള്ള, വളരെ പഞ്ചന്റ് ആയിട്ടുള്ള ചെറിയൊരു ഇത് വരും. ഇറിട്ടന്റ് അല്ല. അതുകൊണ്ട് ഇത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സസ്യം കൂടിയാണ്. അതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് ക്രിസ്റ്റൽസ് എന്ന് കാണിക്കാം. അതിന്റെ മുകളിൽ കിടക്കുന്ന ആ ഒരു എത്ര മുഖമുള്ളതാണെന്ന് ആലോചിച്ചു. എന്താ ക്രിസ്റ്റൽസിന്റെ ആ ഒരു ഇത്. പക്ഷെ അത് ട്രാൻസ്പാരന്റ് അല്ല. അതിന് ഒരു ഒപ്പേക്ക് വൈറ്റ് അമോർഫസ് രൂപമാണ്. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ്? അമോർഫസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലീയം അല്ലാത്ത സാധനങ്ങളെയാണ് അമോർഫസ് എന്ന് പറയുന്നത്. സൾഫർ ഒരു അമോർഫസ് ആയിട്ട് വസ്തുവാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രയോഗത്തിലെ എല്ലാ ഔഷധങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആദ്യകാലങ്ങളിലേ ഉപയോഗിച്ചിരുന്ന ഒരു പ്രാഥമിക മരുന്നാണ് സൾഫർ. പക്ഷെ സൾഫറിന് എന്തല്ല, വാട്ടർ ലയിക്കുന്നതല്ല, വാട്ടറിലെ സൊല്യൂബിൾ അല്ല അതിന്റെ ആ ക്രിസ്റ്റൽസ്. അത് പ്രകൃതിയാൽ തന്നെ അതിനെ ഒരു പൗഡർ രൂപത്തില് നമുക്കത് സൾഫറിന്റെ ഗന്ധകം എന്ന് പറയുന്നത് കുറച്ച് കാണാൻ കഴിയും. പക്ഷെ അത് എടുക്കുന്നതിന് എന്താണെന്ന് രൂപീകരിച്ച് എടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും വെള്ളത്തിലോ അല്ലെങ്കിൽ വാട്ടറിലോ മറ്റു മരുന്ന് ഔഷധങ്ങളിലോ ലയിക്കുന്നതല്ല. പക്ഷെ അത് പൊടിയായിട്ട് രൂപത്തിലെടുക്കാം. പൊടിച്ചു ചേർന്ന് നമ്മളിപ്പോൾ വെള്ളത്തിലിട്ടാലും അത് കുറച്ച് മുകളിൽ കിടക്കും. അതാണ് അമോർഫസിന്റെ പ്രത്യേകത. ഇത് അതുപോലെ ആണ് ആ ഒരു ക്രിസ്റ്റലാണ് മുകളിൽ കിടക്കുന്നത്. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ കൂടി ഈ ക്രിസ്റ്റലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് നല്ല കൃത്യമായിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് നോക്കിയാൽ കാണാം വലിയ ക്രിസ്റ്റൽസ്. ഈ താഴെ ഒരു വൈറ്റ് ഇങ്ങനെ കിടക്കുന്നത് ചെലിഡോണിയം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ലിവർ റെമഡിയാണ്. ഇത് തമ്മിലുള്ള സാമ്യം കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ക്രിസ്റ്റലാണ്. ഇതിന്റെ താഴെ രണ്ടാമതിൽ കിടക്കുന്ന ആ വൈറ്റ് വൺ. ഞാൻ ചെലിഡോണിയ എടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചെലിഡോണിയ ഞാൻ പിന്നീട് ഒരു ദിവസം കാണിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ഈ മുറം പോലെ കിടക്കുന്ന ആ ക്രിസ്റ്റലിനെ കാണാം. ഈ മുകളിൽ കിടക്കുന്ന വൈറ്റ് നടുക്കൊരു ചെറിയ കുഴിവുണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മുറം മീൻസ് ഒരു പ്രൊജക്ഷൻ, അതായത് ഈ ആന്റനയുടെ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിച്ചിരിക്കുന്നത് പോലെ അതിനോട് ചേർന്ന് തന്നെ സൈഡും കുറച്ച് പോയിന്റഡ് ആയിട്ടുള്ള ഒരു നല്ല ട്രാൻസ്പാരന്റ് ക്രിസ്റ്റൽ കിടക്കുന്നുണ്ട്. മുകളിൽ നീളത്തിൽ കിടക്കുന്നത് ഇങ്ങനെ നീണ്ടുപോകും. ആ സ്ലൈഡ് മൊത്തം നമ്മൾ നിരക്കി നോക്കിയിരുന്നാലും ഒരറ്റത്തുനിന്ന് മററ്റം വരെ സ്ലൈഡിൽ ഇങ്ങനെ വെളുത്ത ഒരു ഇത് നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അത് എന്തോ ഒരു ക്രിസ്റ്റലാണ്. അത് സൊല്യൂബിളാണ്. അല്പം വെള്ളത്തിന്റെ എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടായാൽ മുഴുവൻ അങ്ങ് ഡൈല്യൂട്ട് ആയി പോകും. പിന്നീട് ഡിസോൾവ് ആയി പോകും. പിന്നീട് നമുക്കത് റീജീവനേറ്റ് ചെയ്തെടുക്കുമ്പോഴും കുറച്ച് അവിടെ വിട്ടുവിട്ടെങ്കിലും ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഈ താഴെയും റൈറ്റ് സൈഡിലെ ഒരു ക്രിസ്റ്റലിന്റെ കുറേ ആംഗിൾസ് നമുക്ക് കാണാൻ കഴിയും. ഈ താഴെയും കാണുന്ന വൈറ്റ് ചെലിഡോണിയത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെലിഡോണിയവും കിഴാനെല്ലിയും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. രണ്ടും സൂപ്പറായിട്ടുള്ള എന്താണ് ലിവർ റെമഡീസ് ആണ്. നെക്സ്റ്റ് വേഗം പറഞ്ഞു പോകാം, ഞാൻ അരമണിക്കൂർ തന്നെ എടുത്തു കഴിഞ്ഞു. കിരിയാത്ത് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിൽ എല്ലാവർക്കും പരിചിതമാണ്. എന്നാലും ചില ആൾക്കാർക്കൊന്നും ഇപ്പോഴും ഈ പ്ലാന്റ്സിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഈ ഹലോ അടുത്ത ഇതല്ലേ പറയുന്ന, അടുത്ത പ്ലാന്റ് അല്ലേ പറഞ്ഞു? പ്ലാന്റ് കിരിയാത്ത്, അതായത് ഗ്രീൻ ചിരേത്ത എന്നാണ് ഇതിനെ പറയുന്നത്. ചിരേത്ത കിരിയാത്ത് എന്നാണ്. പക്ഷെ കിരേത്ത എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് വന്നതായിരിക്കും. മലയാളത്തിൽ ഇതിനെ ചിരേത്ത എന്നാണ് പറയുന്നത്. ചിരത്ത. ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ്. അപ്പൊ നമ്മുടെ സാർഷ്യ ചിരേത എന്ന് പറഞ്ഞ സ്പീഷീസ് ആണ് ഇതിനകത്ത് വരുന്നത്. സാർഷ്യ ഇതേപോലെയുള്ള പല പ്ലാന്റ്സിനും ഉണ്ട്.
നിങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിതിൽ പിക്ചർ കുറച്ച് വെച്ചുവെങ്കിൽ അതായത് ഇതിന്റെ ഈ ഫ്രൂട്ട്സ് കാണണം. കടുക് അതിന്റെ ഫ്രൂട്ട്സ് പോലെ കടുക് നമ്മൾ ഉപയോഗിക്കുന്ന കടുകിന്റെ ഫ്രൂട്ട്സ് പോലെ ഉള്ള ഫ്രൂട്ട്സ് ആണ്. ഇതിനകത്ത് ചെറിയ ചെറിയ മണിമണിയായിട്ട് ഉണ്ട്. ഈ ചിരേതയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാഞ്ഞിരവും ഇതുമാണ് നല്ല കയ്പുള്ളത്. കയ്പ് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ കിരിയാത്തിനാണ്. ചെറിയ ലീവ്സ് ആണ്, പക്ഷെ ഇതിങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന കാണാം. ഇതിന് ചെറിയ പോർഷൻ ഞാൻ ഒരു പിക്ചറായിട്ട് താഴെ കുറിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അത് എൻലാർജ് ചെയ്താൽ കാണാം. അതൊരു യങ് പ്ലാന്റ് ആണ്. മറ്റത് ഓൾഡ് പ്ലാന്റ് ആണ്. ഓൾഡ് പ്ലാന്റിലാണ് കൂടുതലായിട്ട് സീഡ്സ് കാണുന്നത്. വെറും 1.5 മീറ്റർ മാത്രമേ വളരാറുള്ളൂ. പിന്നെ നല്ല ബ്രാഞ്ചസ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. അതേസമയം നമ്മൾ ചിത്തരപ്പാലയെ പറഞ്ഞല്ലോ, അധികം ബ്രാഞ്ചസ് ഇല്ല. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ഓരോ ലീഫും വലുതായി അതിന്റെ ഏതാണ്ട് യങ് ലീവ്സ് കുറച്ച് ചെറുതായിരിക്കും, അതിന് താഴോട്ടുള്ള ലീവ്സ് വലുതായിരിക്കും. അതാണ് എന്തിന്റെ ചിത്തരപ്പാലയുടെ പ്രത്യേകത. പക്ഷെ ഇതിന് അങ്ങനെയല്ല. ഈ സസ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസിന് നല്ല വെളുത്ത കുഞ്ഞു പൂക്കൾ, തുമ്പപ്പൂ പോലെ കുറച്ചുകൂടെ ചെറുത്, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പൂ വരും. പക്ഷെ ഇതിന്റെ ഇലയോ അല്പം പോലും നമുക്ക് വായിക്കാത്ത ചവയ്ക്കാനോ ഒടിച്ച് കയ്യിലോട്ട് വെച്ചാൽ കയ്യിൽ നിന്ന് തന്നെ കയ്പ് മാറാൻ വളരെ മാറാൻ പാടാണ്. സ്ത്രീകളൊക്കെ സാധാരണ കുട്ടികളുടെ പാല് മാറ്റുന്നതിന്, ഈ ഫീഡിങ് മാറ്റുന്നതിന് വേണ്ടി ഈ ഔഷധം ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും. അത് വിഷമില്ല, അധികം വിഷമുള്ളതല്ല. മാഞ്ചിഫറിൻ എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസൈഡ്, ജെൻഷിയാൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് എന്നിവ ഇതിലുണ്ട്. മാഞ്ചിഫറിൻ, ഈ മാഞ്ചിഫറിൻ എടുത്തു പറയാൻ കാരണം വേറെ പല സസ്യങ്ങളിലും സാധാരണ ഈ മാഞ്ചിഫറിൻ കാണാറുണ്ട്. ജെൻഷിയാന എന്ന് പറയുന്ന ഒരു ഭാഗവും വേറെ പല പ്ലാന്റ്സിലുള്ളതാണ്. ഈ കയ്പിന് പ്രധാനമായിട്ട് ഇതിനകത്ത് ഈ ഇതാണ് ഈ ചിരാറ്റിൻ എന്ന് പറയുന്ന ഒരു ആസിഡ് ആണ് ഇതിന് കാരണം എന്നാണ് തോന്നുന്നത്. ചിരാറ്റിൻ, അതായത് ചിരാത്ത എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഓൾ പ്ലാന്റ് ആണ് മെഡിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനെ ഒബ്സർവ് ചെയ്തിരിക്കുന്നതും ഓൾ പ്ലാന്റ് ആണ്. ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. ഹലോ, ഇതിന്റെ ക്രിസ്റ്റൽസ് നമുക്ക് കാണാറുണ്ട്. ഇത് ഈ മോഡലിൽ കാണുന്ന ഒന്നും തന്നെ ട്രാൻസ്പാരന്റ് അല്ല, എന്നാലും അതിന്റെ ഷേപ്പ് കണ്ടോ. അപ്പൊ ട്രാൻസ്പാരന്റ് അല്ലെങ്കിൽ കൂടി 3 ഡയമെൻഷനിൽ അല്ല എങ്കിൽ കൂടി ഇവ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരു പക്ഷേ 3 ഡയമെൻഷനിലായിരിക്കും. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് റൈറ്റ് സൈഡിൽ ചെയിൻ പോലെ ആ നമ്മുടെ റുപ്പിയയിൽ കാണുന്ന 1 റുപ്പിയ എന്ന് പറയുന്നതിൽ കാണുന്ന 1 കണ്ടോ, അതുപോലെയാണ് കണ്ടത്. 1 റുപ്പിയിൽ കാണുന്ന 1 പോലെയാണ് റൈറ്റ് സൈഡിൽ റൈറ്റ് മോസ്റ്റ്, രണ്ടാമത്തെ ലൈനിൽ റൈറ്റ് മോസ്റ്റ് കാണുന്നത്. എല്ലാവരും ചെയ്താൽ കുറച്ചുകൂടെ കാണാം. അത് 1 റുപ്പിയിൽ കാണുന്നത്. അതിനകത്ത് റുപ്പിയയിലും രൂപയിലൊക്കെ നമ്മളിങ്ങനെ സൈഡിൽ ഇങ്ങനെ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ പോലെയാണ് അത് കണ്ടത്. പിന്നെ ഈ വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് ആണ്, പ്യൂർ വൈറ്റ് ആയിട്ട് തന്നെ കിടക്കും, മാവ് പോലെ എന്ന് പറയാം. പക്ഷെ അത് വെള്ളത്തിന്റെ ഒരു ചെറിയൊരു അംശം കിട്ടിയാൽ പെട്ടെന്ന് ഇതിനെ ഡിസോൾവ് ആയി. അതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്രിസ്റ്റൽസ്. നെക്സ്റ്റ്, ഈ താഴ്വശത്ത് കാണുന്നത് നിങ്ങൾക്ക് വരച്ചു ചേർത്തതാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത് തിരി പോലെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ച് മുകളിലോട്ട് കിടക്കുന്നുണ്ട്, ഒന്ന് വളഞ്ഞു കാണുന്നുണ്ട്. അത് ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ വളഞ്ഞു കണ്ടത്. ഒരു സാധാരണ ചില പ്ലാന്റ്സിൽ മാത്രം കാണുന്നതാണ്. ഇതല്ല, മുകളിലുള്ളത് തന്നെ. ആ ചിരേതയുടെ പിക്ചറാണ് ഞാൻ പറയുന്നത്. അത് ഇതിൽ തന്നെ ഇതിൽ ഈ വളഞ്ഞു കാണുന്നത് എൻലാർജ് ചെയ്താൽ കാണാൻ റൈറ്റ് സൈഡിൽ, താഴെ അറ്റത്ത് റൈറ്റ് സൈഡിലുള്ളത്. അത് ആ ക്രിസ്റ്റൽസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവ ട്രാൻസ്പാരന്റ് ആണ്. അതിനെ നമുക്ക് ഈ ആഷിൽ നിന്ന് കാണാനും കഴിയുന്നതാണ്. ഇതേപോലെ തന്നെ കാണുമെന്നുള്ളതാണ്, വളഞ്ഞ് തന്നെ കാണും. അതാണ് അതിന് പ്രത്യേകത. വളഞ്ഞും കാണും, നിവർന്നും കാണും. കരിഞ്ഞു കിടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വളഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. ഹലോ, നെക്സ്റ്റ് കാണിക്കാമോ? അടുത്തത് ഇതാണ്, കൊടിത്തൂവ എന്നാണ് പറയുന്നത്. ഇത് സാധാരണ നമ്മൾ അറിയാമെങ്കിൽ ഇതിന്റെ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ല. ഈ കൊടിത്തൂവ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റിങ്ങിങ് നെറ്റിലാണ്. ഭയങ്കര സ്റ്റിങ്സ് ആണ്. എന്ന് പറഞ്ഞാല് സാധാരണ ചൊറിയണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതുപോലത്തുള്ള വേറൊരു തരം ചൊറിയണമാണ് ഇത്. ഇത് ഒരു പടർന്നു വരുന്ന ഒരു സസ്യമാണ്. അതേസമയം മറ്റേ ചൊറിയണം എന്ന് പറഞ്ഞാൽ സാധാരണ വലിയ ഇല കാണും, ഇല സാമ്യം കാണും, പക്ഷെ തണ്ടിൽ തന്നെ നിൽക്കുന്ന ഒരു ചെറിയ കുറ്റിച്ചെടിയായിട്ട് നിൽക്കുന്ന ഹെർബാണ് മറ്റേ സാധാരണ ചൊറിയണം. പക്ഷെ ഇത് കൊടുത്തുവ ചൊറിയണത്തിന്റെ വിഭാഗത്തിൽ പെടുന്ന ഔഷധ മൂല്യം കൂടുതലുള്ള ഒരെണ്ണമാണ്. ഇതൊരു ക്ലൈംബറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലൈംബേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ തഴുതാമ പോലെയുള്ളതെല്ലാം ക്ലൈംബേഴ്സ് അല്ല. അതായത് അതിന്റെ റൂട്ട് പടർന്നു പോകുന്നിടത്തെല്ലാം റൂട്ട് വരും. അപ്പൊ റൂട്ട് പടർന്നു പോകുന്നിടത്തെല്ലാം മുകളിലോട്ട് ലീഫും തണ്ടും താഴോട്ട് വേരും ഇറങ്ങുന്ന സാധനങ്ങളെയാണ്
എന്ന് പറഞ്ഞ ക്രീപ്പർ എന്ന് പറയുന്നത്, അതായത് റണ്ണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സയൻറ്റിഫിക് ഇതിനെ പറയുന്ന ക്ലൈംബർ ആണ്. ഈ പ്ലാന്റ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രധാനമായിട്ട് നിരീക്ഷിക്കുന്നതാണ്. ലീഫിന്റെ ഓറിയന്റേഷനൊക്കെ നമുക്ക് ബോട്ടണിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ലീഫ് ഓറിയന്റേഷൻ, അതേപോലെ പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ടും ഓർമസിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ്സ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, പിന്നെ അതിന്റെ പ്രത്യേകത എന്താണ്. ഞാനവിടെ നാട്ടിലൊക്കെ ഇതിന്റെ ലീഫ് ഉണക്കി പൊടിച്ച് വറുത്ത് നമ്മുടെ മറ്റെന്തോ കരിപ്പട്ടിയൊക്കെ ചേർത്തിട്ട് കഴിച്ചാൽ ചുമയ്ക്കൊക്കെ നല്ലതാണ്. ഔഷധ വീര്യം കൂടുതലെന്ന് പറഞ്ഞാൽ ഇത് വളരെ ചൊറിച്ചിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇലയാണ്. പക്ഷെ ഇതിന്റെ അരുവിപ്പൂടം പോകാൻ പറ്റില്ല, കാരണം ഭയങ്കര ചൊറിയും. ഇതിന്റെ ഈ ചെറിയ സ്റ്റിങ്സ് നമ്മുടെ ദേഹത്ത് പറ്റി കഴിഞ്ഞാൽ അത് പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് എണ്ണ തേച്ചാലോ അങ്ങനെയുള്ള സാധാരണ ഒന്നും തേച്ചാൽ പോലും നല്ല നീരും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ ഇത് ബോഡിയിലുണ്ടാകുന്ന നീരിളക്കത്തിന്, അതായത് ബോഡി എഡീമ, അനാസാർക്ക, ഇതിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. കിഡ്നി ഡിസീസസിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. ലങ്സ് വഴിയും ഹാർട്ട് വഴിയും, ലങ്സിൽ നിന്ന് വരുമ്പോൾ അത് ഹാർട്ടിലേക്ക് ബാധിക്കുമല്ലോ. അങ്ങനെ ലിവറിനെ ബാധിക്കുന്നതായിരുന്നാലും കിഡ്നി വഴിയായിരുന്നാലും ഈ 3 തരത്തിലാണ് എഡീമ വരുന്നതെന്ന് നമുക്കറിയാം. അനാസാർക്ക ജനറലായിട്ട് ഇതിൽ ഏതെങ്കിലും 2 ഓർഗൻസ് വന്നു കഴിഞ്ഞാൽ അനാസാർക്ക വരും. ഇതിന് ഈ പണ്ടുകാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് വളരെ ഒറ്റമൂലികളാണെന്ന് അറിയണം. മറ്റു പലതുമായിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ മധുരത്തിന് വേണ്ടി ശർക്കര, കരുപ്പട്ടി, അരിമാവ് ഇതൊക്കെ ചേർത്ത് സാധാരണ നാട്ടിൻപുറത്ത് ഉപയോഗിക്കുന്നതായിട്ട് എനിക്കറിയാം. പക്ഷെ എണ്ണയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്. എന്നാലും ഇത് ഈ ഔഷധങ്ങളെല്ലാം തന്നെ ഒറ്റമൂലികൾ എന്ന് പറയുന്നതിന് കാരണം ഒന്ന് മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് മാത്രം ഉപയോഗിച്ചാലും വലിയൊരു ഭാഗം കവർ ചെയ്ത് ശരിയാക്കും. പക്ഷെ അധികമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കില്ല. ഇതിന് പാകമുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കുന്നതിനും തയ്യാറാക്കുന്നതിനും പ്രത്യേക രീതിയിലുള്ള ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കൈകൊണ്ട് പറിച്ച് അന്ന് തന്നെ അയാൾക്ക് ഇതിന്റെ ഇത് വരും. ഇപ്പോൾ വളരെ കൂടുതൽ ഉള്ളതാണ്, സ്ട്രിങ്സ് ഉള്ളതാണ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ക്രിസ്റ്റലിൽ ഞാൻ സാധാരണ ഈ പുസ്തകത്തിൽ നെക്സ്റ്റ് ക്രിസ്റ്റൽസ് എന്ന് കാണിക്കൂ. ഞാനിതില് ഈ താഴ്വശത്തോട്ട് പോവുകയാണ്. റൈറ്റ് സൈഡിൽ ഞാൻ ഈ ചിത്രം കുറച്ചുകൂടെ ഉയരോട്ട് കാണിക്കും. ഞാൻ ആ വരച്ചിട്ട് ചേർത്തിരിക്കുന്ന ചിത്രങ്ങളെ കാണിക്കാനാണ്. അതിൽ കുറെ ഇങ്ങനെ ചിത്രങ്ങളിൽ പിക്ചർ അത് തന്നെ ആ കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഒരു കൊടി തൂവ എന്നാണ്, ഒരു വാ എന്നുള്ളത് വീണ്ടും വീണ്ടും വാ തൂ എന്ന് പറയുന്ന ഒരു തമാശയാണ് ഈ പുസ്തകത്തിൽ, ഈ ക്രിസ്റ്റലിന് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ വളരെ വേഗമായിട്ട് ഞാൻ കണ്ടുപിടിച്ചാണ്. എന്നാലും എനിക്ക് അങ്ങനെ വന്നുപോയി, എനിക്കങ്ങനെ പറയാൻ വേണ്ടി വന്നുപോയ കാര്യമാണ്. കാരണം മറ്റൊന്നിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു സിഗരറ്റോ അല്ലെങ്കിൽ ബീഡിയോ ഒക്കെ ഇങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്നത് പോലെ ഒരു കെട്ടിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. ബീഡിയൊക്കെ വലിക്കുന്നവർക്ക് അറിയാം. ഒന്ന് കത്തിച്ച് അടുത്ത ചെയിനില് അടുത്തത് വീണ്ടും ഇങ്ങനെ തൂവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ ഒന്ന് മാറി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അതുപോലുള്ള ഒരു ക്രിസ്റ്റലായിട്ടാണ് എനിക്കിത് കണ്ടത്. ശരിക്കും ഞാൻ ഈ വരച്ച ക്രിസ്റ്റലിൽ അങ്ങനെ കുറച്ചൊരു വകഭേദം വന്നുവെങ്കിലും ഇത് ക്രിസ്റ്റൽ നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിച്ചപ്പോൾ അന്ന് എനിക്കിത് ചിത്രം എടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഉള്ള ക്രിസ്റ്റലിൽ എനിക്ക് ഇത് നേരിട്ട് കാണാൻ പറ്റാത്തതിന് കാരണം ഇത് ക്രിസ്റ്റലാകാനും ഇതിന്റെ ഈ ഓർഗാനിക് ആകാനും ഇടയുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഓർഗാനിക്കും ഇനോർഗാനിക്കും എന്ന് പറഞ്ഞ 2 വലിയ വിഭാഗങ്ങളായിട്ടാണ് നമ്മുടെ മിനറൽസിനെ അല്ലെങ്കിൽ മെറ്റൽസിനെ, എലിമെന്റ്സിനെ 2ആയിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഓർഗാനിക് എന്ന് പറഞ്ഞാല് ജൈവികം എന്നാണ്, മറ്റത് അജൈവികം എന്നാണ് ഇനോർഗാനിക്. അപ്പൊ സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പറയുന്ന മൈക്രോ ക്രിസ്റ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം ഇനോർഗാനിക് ആണ്. പക്ഷെ ജൈവികം അല്ലെങ്കിൽ ദൈവികം, ദൈവം കൂടി ഇടപെട്ട് ജൈവികമായി വരുമ്പോൾ ഇതിനകത്ത് എന്ത് വരുന്നു? ഈ ഇനോർഗാനിക് ആയിട്ടുള്ള പദാർത്ഥങ്ങളെല്ലാം മൈക്രോ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസ് ആയിട്ട് അങ്ങ് മാറുകയാണ്. അവയുടെ സ്ട്രക്ചറൊക്കെ വളരെ കൂടുതലായിട്ട് മാറിയാണ് ആൽക്കലൈസ് അല്ലെങ്കിൽ ഇതിനകത്തുള്ള പല ഘടകങ്ങളുമായിട്ടൊക്കെ മാറുന്നത്. ഈ പ്ലാന്റ്സ് ഇതിനെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഓർഗാനിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനമായിട്ട് നമുക്കറിയാം അവയുടെ ഘടകങ്ങൾ പ്രധാനമായിട്ടും ഈ 1-2 മൂലകങ്ങളാണ്. പക്ഷെ അവയുടെ ഘടനയിൽ വരുന്ന വ്യതിയാനം വെറും ജൈവികമായിട്ടുള്ള ഒരു കൂട്ടിച്ചേർക്കൽ മാത്രമാണെന്ന് നമുക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയും. എല്ലാ ഓർഗാനിക് കെമിസ്ട്രി അറിയാന്നുള്ളവർക്ക് അറിയാം, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ അത് എന്തുകൊണ്ടാണ് അവയുടെ ആ ഒരു സ്ട്രക്ചറൽ ഡീവിയേഷൻ അവ ഉണ്ടാക്കുന്നത്? ഒരു പക്ഷേ ഈ ജൈവികമായിട്ടുള്ള ഇവയുടെ DNA സ്ട്രക്ചറോ അല്ലെങ്കിൽ ഇവയുടേതായിട്ടുള്ള പ്രത്യേകമായ ഒരു പരിവേഷം, ഒരു കഴിവ് തന്നെയാണ് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതിലൊന്നാണ് ഇത്തരത്തിലുള്ള ചില ഭാഗങ്ങൾ കിടക്കുന്നത്. ക്രിസ്റ്റൽസ് ആയിട്ട് കിടക്കുന്ന മുകളിൽ നിങ്ങൾക്ക് കാണാം, പലതും ട്രാൻസ്പാരന്റ് ആയിട്ടുള്ളതുണ്ട്, വാട്ടർ സിലിബിൾ ഉണ്ട്. ഈ കണ്ണായിട്ടൊക്കെ ചെറിയതായിട്ട് കിടക്കുന്ന ചില പോർഷൻസ് മുറിഞ്ഞു പോയതുപോലെ തോന്നും, പക്ഷെ മുറിഞ്ഞു പോയതല്ല. അവയുടെ സ്ട്രക്ചർ അങ്ങനെ തന്നെയാണ്. നെക്സ്റ്റ് അത് ചേർന്ന് കിടക്കുന്നതാണ് ഈ മുകളിൽ ഒരുമാതിരി വിശറി പോലെ കിടക്കുന്നതുണ്ട്. റൈറ്റ് സൈഡിൽ കിടക്കുന്ന സ്റ്റാർ പോലെ കിടക്കുന്നതും ട്രാൻസ്പെറന്റ് ആണ്. അത് നല്ലവണ്ണം ലയിക്കുന്നതാണ്, വാട്ടർ സിലിബിളാണ്. നെക്സ്റ്റ് കോവൽ നമുക്കറിയാം എന്താണ്.
നമ്മൾ സെഫലാൻഡ്ര ഇൻഡിക്ക എന്ന് പറയുന്ന മെഡിസിനാണ് നമ്മൾ വരുന്നത്. കോവൽ സെഫലാൻഡ്ര അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ കോവല് സെഫലാൻഡ്ര ഇൻഡിക്ക തന്നെയാണ്. നമ്മുടെ നാട്ടില് ഈ കോവല് 2-3 ഐറ്റം ഉണ്ടെങ്കിലും ഈ കോവലിന്റെ ഇപ്പൊ ഉപയോഗം വളരെ കൂടുതലാണ്. ഇപ്പൊ സെഫലാൻഡ്ര നമ്മൾ സാധാരണയായിട്ട് ഡയബറ്റീസിന് എല്ലാവരും കൊടുക്കാറുണ്ട്. നല്ല ബ്രയോണിയ, അതായത് കുക്കുർബിറ്റേഷ്യ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് കുക്കുർബിറ്റേഷ്യ. ഈ കുക്കുർബിറ്റ എന്ന് പറയുന്ന നമ്മുടെ വെള്ളരി വിഭാഗത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ധാരാളമായിട്ട് കായ്ക്കുന്നുണ്ട്. ഈ ഫ്രൂട്ട്സിനെല്ലാം ഒരേ ഷേപ്പായിരിക്കും. മിക്കവാറും വെള്ളരിക്കയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്ലാന്റ്സിൽ വരുന്ന ഫ്രൂട്ട്സിന് ഡിഫറെന്റ് വേരിയേഷൻ സൈസ് ഉണ്ടായിരിക്കും. പക്ഷെ കുക്കുംബറിന് ആ സൈസ് വളരെ പ്രധാനമാണ്. നാരങ്ങ, കുക്കുംബർ ഇതൊക്കെ ആ രീതിയിൽ പഠിക്കാവുന്നതാണ്. അതായത് കൊണ്ടൂർ എന്നാണ് അതിന് പറയുന്നത്. ഷേപ്പ് ഓഫ് ദ ഫ്രൂട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ ആസ് കൺസേൺഡ് ദ മെഡിസിനൽ യൂസ്. ഫാർമസ്യൂട്ടിക്കലായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ ഫ്രൂട്ട്സിന്റെ അതർവൈസ് അതർ ദാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഫ്രൂട്ട്സിന്റെ കൊണ്ടൂറിന് അതിന്റെ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ മെഡിസിനലായിട്ട് യൂസ് ചെയ്യുമ്പോൾ നാരങ്ങ നല്ല ഷേപ്പത്തെ ഇരിക്കുള്ളൂ. നാരങ്ങ വേറെ രീതിയിലോട്ട് ഒരിക്കലും പോകില്ല. ആ പ്ലാന്റിന് എത്ര രോഗം ബാധിച്ചാലും ആ നാരങ്ങ എന്ത് വരില്ല, വേറെ രൂപത്തിലോട്ട് പോകില്ല. പക്ഷെ വേറെ രൂപത്തിൽ പോകുന്ന നാരങ്ങ ഉണ്ട്. ഈ നാരങ്ങ അങ്ങനെ പോകില്ല. അതുകൊണ്ടാണ് ഇതിൽ വൈറ്റമിൻ സിയും നമ്മുടെ സാധാരണ മെഡിസിനിലും ഇത് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിലുള്ള ചില ഷേപ്സും മറ്റും നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അങ്ങനെ കൂടി നോക്കുക. കുട്ടികളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. വെള്ളരിയേക്കാളും വളരെ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ലീവ്സ് ആണ്. ഈ ഫ്രൂട്ട്സ് ഒന്ന് വളരെ വലുതും ഒന്ന് വളരെ ചെറുതുമാവില്ല. ഏറെക്കുറെ സൈസ് യൂണിഫോം ആയിരിക്കും. തണ്ടിനും അതേപോലെ തന്നെ. തണ്ടും ഒരിക്കലും വളരെ കൂടുതൽ കട്ടി വരില്ല. വർഷങ്ങൾ നിൽക്കുമ്പോൾ താഴെ അറ്റത്ത് അതിന്റെ റൂട്ടിനോട് ചേർന്ന ഭാഗം തണ്ട് കുറച്ച് ഭാഗം കട്ടി വരാൻ സാധ്യത. വെള്ള പൂക്കളാണ്, നല്ല വെളുത്ത പൂക്കളാണ് കോവൽ സെഫലാൻഡ്ര. ഇപ്പോ ക്രിപ്റ്റോക്സാന്തിൻ ലൈക്കോപ്പിൻ, ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് നമുക്ക് പേര് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, മറ്റേ ടൊമാറ്റോയിലുള്ള ഒരു ഘടകമാണ്. ബീറ്റ കരോട്ടീൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത് കാരറ്റിലുള്ളതാണ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ എന്തിനുമുണ്ട്? ഈ ബീറ്റ സിട്രോസ്റ്റിറോളും വേറെ പ്ലാന്റ്സിലൊക്കെ ഉള്ളതാണ്. ലൂപ്പിയോൾ എന്ന് പറയുന്ന സാധനം, ലൂപ്പോൾ അസറ്റേറ്റ്, അതും എൻസൈംസും ഹോർമോൺസും വേറെ പ്രത്യേകിച്ചുമുണ്ട്. ഇതെല്ലാം മറ്റു പ്ലാന്റ്സിലുള്ളതാണ്. ഈ സെഫലാൻഡ്രയെ കുറിച്ച് ഞാൻ ഇത്രയും പറയാൻ കാര്യം സെഫലാൻഡ്ര നമ്മളിപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സെഫലാൻഡ്ര അധികം ഡയബറ്റീസിന് അത്ര വലിയ യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മറ്റു ഡോക്ടേഴ്സിന് അറിയാമായിരിക്കാം. ഞാൻ സിസിജിയത്തിന്റെ ആ ഒരു വലിയ ലെവലിലേക്ക് സെഫലാൻഡ്ര ഇതുവരെയും എന്റെ പ്രാക്ടീസിൽ വന്നിട്ടില്ല. എന്നാലും ഞാനും അത് ധാരാളമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള കൂട്ടത്തിലാണ്. ജോണ്ടിസിന് ഗുണേറിയ എന്ന് പറയുന്ന ഡിസീസിനും ഈ സെഫലാൻഡ്ര പറയുന്നുണ്ട്. അത് നമ്മുടെ ഹോമിയോപ്പതിയിൽ അങ്ങനെ പ്രൂവിങ് ഞാൻ കണ്ടില്ല പുസ്തകത്തിൽ. പക്ഷെ ഗുണേറിയയ്ക്ക് ഇതിന്റെ ഉപയോഗം വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കാരണം ഈ ലീഫ് ചവയ്ക്കുമ്പോണ്ടാകുന്ന ആ ഒരു ചെറിയ നല്ല മധുരിക്കുന്ന വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്, അതിന്റെ കറ ഒടിച്ചു വരുമ്പോൾ ആ കറയിൽ തന്നെ നമ്മൾ നാക്കിലോട്ട് തൊട്ടാൽ വളരെ നേരിയ തോതില് മ്യൂക്കസ് മെമ്പറിന്റെയും ഏറ്റവും അപ്പർ തലത്തിൽ മാത്രം കാണുന്ന ഒരു ചെറിയ ഇറിറ്റേഷൻ, അത് സാധാരണ കുക്കുംബറിന്റെ പോലും കാണില്ല. കുക്കുംബർ ചവയ്ക്കണമെങ്കിൽ ലീഫിന്റെ കറ തന്നെ ശരിക്കും വേണം. നല്ല മണ്ടയിൽ നിന്ന് അതിന്റെ ഹെൽത്തി ആയിട്ടുള്ള ഹെഡ് പോർഷനിൽ നിന്ന് തന്നെ എടുക്കണം, എങ്കിലേ ആ ഒരു ചെറിയ സൊല്യൂഷൻ കിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ എവിടെ ഒടിച്ചിരുന്നാലും അതിൽ നിന്ന് വളരെ നേർത്ത ഈ സൊല്യൂഷൻ കിട്ടും. അത് വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ഈ പ്ലാന്റ്സിന്റെ മെഡിസിനൽ യൂസിനെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിലുള്ള ജ്യൂസിന്റെ പ്രാധാന്യം നമ്മൾ ഒബ്സർവ് ചെയ്തു പോകാൻ നല്ല ഒന്നാണ്. അടുത്ത് അത് ഈ ഗുണേറിയയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വെച്ചാല്, ഗുണേറിയ പോലുള്ള ഡിസീസസ് വളരെ ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള ഒരു രോഗമാണെങ്കിലും സൂപ്പർഫിഷ്യൽ ആയിട്ടാണ് ഇവയുടെ ആക്ഷൻ വരുന്നത് നമുക്കറിയാം. ഒരിക്കലും നമ്മളിപ്പോൾ ടാറ്റു ചെയ്ത സ്കിന്ന് ഒരിക്കലെങ്കിലും പഴുത്ത് അത് പോയി അടുത്ത ജന്മത്തിലെ വല്ലതും പോയാലായി. ഒരിക്കലും പോകില്ല. ടാറ്റു സൂപ്പർഫിഷ്യലായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിങ്ങനെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഡീപ്പ് ഡെർമിസിലേക്ക് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നമ്മൾ ഡീപ്പ് ഡെർമിസിൽ ഒന്നും ചെയ്തുമില്ല. അപ്പൊ അത് ഒരു പ്രത്യേകമായിട്ട് ആലോചിക്കേണ്ട ഒന്നാണ്. അതിൽ ലഡും ഒക്കെ ചേർന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതുപോലെയാണ് ഈ ഗുണേറിയയിലും സിഗിലിറ്റിക് ആയിട്ടുള്ള നമ്മുടെ രോഗത്തിന് ഹോമിയോപ്പതിക്കാർക്ക് ഈ 3 രോഗങ്ങളെ കുറിച്ചും അധികം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ധാരാളമായിട്ട് നാം ചികിത്സയുടെ ബേസ് ആയിട്ട് കാണുന്ന 3 രോഗങ്ങളാണ് ഈ ഗുണേറിയൽ ഡിസീസ് പോയിസൺ എന്ന് പറയുന്നത്. ഗുണേറിയൽ പോയിസൺ ആണ് യഥാർത്ഥത്തിലെ ഇന്റേണൽ ഡിസ്ക്രേഷ്യ എല്ലാം തന്നെ ഉണ്ടാക്കുന്നതെന്ന് ഈ വിഗ്വാർട്ടിന്റെ ഒരു ഇതും ഈ ഗുണേറിയലും ആയിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു രസം ആണ് എന്ന് നമുക്ക് ആ ബ്ലഡ് പോയിസണിങ് വെച്ച് നമുക്ക് ധാരാളമായിട്ട് ഹോമിയോപ്പതിക്കാർക്ക് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും സൂപ്പർഫിഷ്യലായിട്ട് ആക്ട് ചെയ്യുകയും എന്നാൽ ഡീപ്പായിട്ട് ആക്ട് ചെയ്യാൻ കഴിയുമെന്നതുമായിട്ടുള്ള പ്ലൂറൽ ഡെഫ്യൂഷനൊക്കെ ഈ സെഫലാൻഡ്ര നന്നായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. കുക്കുംബർ അതുപോലെ തന്നെ. നമ്മൾ വെള്ളരിക്കയൊക്കെ പ്ലൂറൽ ഡെഫ്യൂഷനുള്ള ആൾക്കാർക്ക് ഈ പാരമ്പര്യമായിട്ടും പ്രകൃതി ചികിത്സക്കാരൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? അവയ്ക്ക് ഈ പ്ലൂറൽ എന്ന് പറയുന്നത് എത്രയോ ഡൈല്യൂട്ടാണ്. ആ പ്ലൂറൽ ഡെഫ്യൂഷൻ അല്ല പ്രാധാന്യം. ഈ പ്ലൂറൽ പോലുള്ള ഭാഗങ്ങളിലും പെരിക്കാർഡിയം പോലുള്ള ഭാഗങ്ങളിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എല്ലാ സമയവും ആ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നു? വേസ്റ്റ് എപ്പോഴും ക്ലെൻസിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്പീഡി വൺ.
അതായത് ഈ ക്ലൻസിങ് എപ്പോഴും നടന്നിട്ടില്ലെങ്കിൽ ഓരോ ഭാഗത്തും ഈ ഹാർട്ടിന്റെ ഓരോ ബീറ്റിനും എന്ത് വന്നുകൊണ്ടിരിക്കുന്നു, ഇവ പ്രീകാർഡിയത്തിലേക്ക് ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോർഷൻ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനുള്ളത് തന്നെ നീക്കം ചെയ്യണം. ലിവറിലും അതുപോലെ തന്നെ അത് നീക്കം ചെയ്യാൻ വളരെ മൈന്യൂട്ടായിട്ട് സെക്കൻഡ്സിന്റെ ചെറിയൊരു സമയത്തെങ്കിലും ഡിലേ ആയിപ്പോയാൽ അവിടെ ഉടനെ എഫ്യൂഷനായി, അതിൽ ഇൻഫെക്ഷൻ ആകാൻ എടുപ്പാൻ പറ്റുന്ന കഴിഞ്ഞാൽ പ്ലൂറൽ ഇൻഫെക്ഷനായി, അത് ന്യൂമോണിയായി, പിന്നെ നമുക്ക് ദിവസങ്ങൾ തന്നെ ഇല്ലാതായി പോകും. അത്തരത്തില് ഈ പ്ലാന്റ്സിന്റെ ഈ ജ്യൂസസിനെ നമ്മൾ വെറുതെ നിസ്സാരമായി കാണാതെ അവയുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻസും അവയുടെ കൺസിസ്റ്റൻസും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ്. ഈ റൈറ്റ് സൈഡിൽ എന്റെ ക്രിസ്റ്റൽ ഒന്ന് കാണിക്കാമോ? റൈറ്റ് സൈഡില് ക്രിസ്റ്റല് ഒരു പൂമൊട്ട് പോലെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? രണ്ടിടത്ത് കാണാം. അത് ഇതിന്റെ ക്രിസ്റ്റൽസ് ക്യാരക്ടറിസ്റ്റിക് ആണ്. പൂമൊട്ട് പോലെ തന്നെ കാണുന്ന ഒന്നാണ് ഇതിന്റെ മാത്രം കാണുന്നതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഒരു ക്രിസ്റ്റലാണ്, പക്ഷെ ഒപ്പേക്കാണ്. അത് ഇതിന് കാണുന്നുണ്ട്, പക്ഷെ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. ഈ ബ്രയോണിയ പോലുള്ള പ്ലാന്റ്സിലും ഇതിന്റെ ഇടതുവശത്ത് ഒരു സ്റ്റിക്ക് പോലെ കിടക്കുന്നതിന്റെ ഇടത് സൈഡില് ഒരെണ്ണം കിടപ്പുണ്ട്, കാണാം. ആ മുകളിലത്തെ പിക്ചറിൽ, ആ മഞ്ഞ പിക്ചറിന്റെ താഴെ വശത്തായിട്ട്, താഴെ ഭാഗത്തായിട്ട് ഒരെണ്ണം കിടക്കാം. അത് ബ്രയോണിയയിലും അത് കാണുന്നുണ്ട്, കണ്ടതാണ്. അത് ഇങ്ങനെ ഒരു രണ്ട് ഭാഗം ടാപ്പ് പോയിന്റഡ് ആയിട്ട് ഒരു ഇത് കിടക്കുന്നുണ്ട്. അത് പിന്നെ ഈ ബാണം പോലെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, പൂമൊട്ട് പോലെ തന്നെ കിടക്കുന്നത്, അതും ഇതിലുണ്ട്. പക്ഷേ ഈ റൈറ്റ് സൈഡിലെ ആ മൊട്ട് കൃത്യമായിട്ട് എല്ലാം സെഫലാൻഡ്ര എടുത്ത് നോക്കുമ്പോൾ കാണാൻ കഴിയും, തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കും. ഇനി അടുത്തത്, ഈ സെഫലാൻഡ്രയിലാണ് എനിക്ക് വളരെ വലിയ ഒരു ക്രിസ്റ്റൽ ഒരിക്കൽ കാണാൻ കഴിയുന്നത്. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെഫലാൻഡ്രയാണ്, കണ്ടോ? ആ ഡിഗ്രി ഹോൾഡറുടെ തൊപ്പിയും ആ ഡിഗ്രി വെച്ചിരിക്കുന്നത് പോലെ ഒരു കിടക്കുന്നുണ്ട്. മുകളിലോട്ട് കാണിക്കാം ഡോക്ടറെ, കുറച്ചുകൂടെ മുകളിലോട്ട്. അടുത്ത പേജ്, നെക്സ്റ്റ് പേജ് ആണോ? അടുത്ത പേജ് ഓക്കെ. അടുത്ത പേജ് അല്ല, നെക്സ്റ്റ് സ്ലൈഡ്. കണ്ടോ? ഇത് നല്ല വളരെ ടിപ്പിക്കലായിട്ട് ക്രിസ്റ്റലാണ്, നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഇതെല്ലാം ഞാൻ നമ്മുടെ സെഫലാൻഡ്ര വാങ്ങിയിട്ട് അതിൽ നിന്നും വാച്ച് ചെയ്തതാണ്. നമ്മുടെ മദർ ടിഞ്ചർ വാങ്ങിയിട്ട് അതിൽ നിന്നും കണ്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഞാൻ വരച്ച് ചേർത്തതില്ല, ഞാൻ ഒരു ഫലകം പോലെ ഒരെണ്ണം വലുതായിട്ട് കിടപ്പുണ്ട്. അത് ഇത്ര എൻലാർജ് ചെയ്താൽ കാണാം. അത് ഒരു വീട്ടിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, എന്താണ് പറയുന്ന ഗ്രാഫൈറ്റ്, വളരെ കൂടുതലായിട്ട് വീട്ടിലേക്ക് ഇടുന്ന അതുപോലെയാണ് കിടക്കുന്നത്. ഒരു വലിയ ഫലകം എങ്ങനെ എടുത്ത് വെച്ചതല്ലേ. അതിന്റെ റൈറ്റ് സൈഡിൽ ആ ട്രയാങ്കുലർ ഇത്തിരി എൻലാർജ് ചെയ്തതാണ്, വളരെ ചെറുതാണ്, സൂക്ഷ്മമാണ്. പക്ഷെ എന്നാലും അത് നല്ല ടിപ്പിക്കലായിട്ട് ആണ് കിടക്കുന്നത്. അത് കണ്ടത് ഈ ഫലകം കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ അതുപോലെ ഇത് കണ്ടില്ലേ, ഈ നഞ്ചക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതിന്റെ പിടി അതുപോലെ നല്ല ഗ്ലാസിയാണ്, നല്ല പിടിയാണ്. ഇതിൽ കിടക്കുന്ന എല്ലാം തന്നെ വളരെ നല്ല ഒരു പ്രശ്നമാണ്. ഞാൻ ഇത് വളരെ ആദ്യ കാലങ്ങളിലേ കണ്ടതാണ്. അതിനൊക്കെ കൊണ്ട് ഞാൻ എന്റെ പുസ്തകം ഇപ്പൊ അങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത് ഇല്ല, കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ഡോക്ടറെ? പറ്റുന്നുണ്ട്. എന്റെ പുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകം കാണാമോ? അത് ആ പുസ്തകം ഡോക്ടറെ മുഖത്തിന് നേരെ പിടിക്കുക, മുഖം കവർ ചെയ്ത് പിടിക്കുക. കറക്റ്റ്. ഓക്കെ. അതിലെ ഈ കണ്ടോ സെഫലാൻഡ്രയുടെ പിക്ചർ ഞാൻ കൊടുത്തിരിക്കുന്നുണ്ടോ? എന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഞാൻ വരച്ച് ചേർത്ത് തന്നെ, ഞാൻ തന്നെ വരച്ച് ചേർത്ത് കൊടുത്തതാണ്. ഇതെല്ലാം ഞാൻ തന്നെ വരച്ചതാണ്. കുക്കുംബർ, പിന്നെ ക്യാപ്സിക്കം, ഇതൊക്കെ. അപ്പൊ ഇത് കാണാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു അത്ഭുതമായിരുന്നു നമ്മുടെ ഈ സെഫലാൻഡ്രയിൽ കണ്ടത്. പിന്നെ ഈ തിരി പോലെ ഇങ്ങനെ കാണുന്നതെല്ലാം സാധാരണ എല്ലാം മിക്കവാറും പ്ലാന്റ്സിൽ കാണുന്നതാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, കാൽസ്യത്തിന്റെയോ കാൽസ്യം ഫോസ്ഫേറ്റിന്റെയോ പൊട്ടാഷ്യത്തിന്റെയോ ഒക്കെയാണ്. പൊട്ടാഷ്യത്തിന്റെ ക്രിസ്റ്റൽസ് ചുവപ്പ് കളറിൽ തന്നെ വേറെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നല്ല ട്രാൻസ്പാരന്റ് ആണ്. ഇത് ഒരു നല്ല ഇതായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ അതിലൊക്കെ ഞാൻ നന്നായിട്ട് ശ്രമിച്ചു അത് വരച്ച് ചേർക്കാൻ. പ്രത്യേകിച്ചും ഇതിന്റെ മുകളിലുള്ള ഫോട്ടോസിലും ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോസ് ഒന്നും എടുത്ത് കണ്ടാൽ ആ സൈഡ് കാണാൻ കഴിയും. പിന്നെ ഞാൻ പറഞ്ഞ ആ പിക്ചർ അത് സെഫലാൻഡ്രയ്ക്ക് മാത്രം കാണുക. നെക്സ്റ്റ് നമുക്ക് കാണാം. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതും കൂടി ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തവണ ഇതിൽ മാത്രമേ ഇതും കൂടെ ആ സ്ലൈഡിലുള്ളൂ. കുടങ്ങലാണ്. കുടങ്ങൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ പെന്നി വർട്ട് എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയുന്നത്. കുടങ്ങല് സാധാരണ ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്ക, നമ്മുടെ ഹോമിയോപ്പതിയില് എന്നല്ല, നമ്മുടെ ഇതിലാണ് കൂടുതലായിട്ട് ഞാൻ കണ്ടത്. ലെപ്രസിക്ക് ഒരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തന്നെ പറയുന്ന ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്ക ആയിരിക്കും. വളരെ പ്ലസന്റ് ആയിട്ടൊരു സ്മെല്ലാണ് ഇതിന്റെ ലീഫ്. ഈ ലീഫ് നമുക്ക് സാധാരണ പച്ചക്കറികളിലും നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ ഇങ്ങനെ കുറേ പരസ്യം പെടുത്തിയിരുന്നു. അല്ലെങ്കിൽ തന്നെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. സാലഡിൽ ദിവസം 2-3 ഇലയെങ്കിലും നമ്മൾ കഴിക്കണം എന്നുള്ളതാണ്. ഈ ഒരു കസ്റ്റം, അതായത് ഒരു കസ്റ്റം ഉള്ള ആൾക്കാർ ഇത് ഈ മോരിലും മറ്റുമൊക്കെ ഇട്ട് കറി വയ്ക്കുകയും മോരുണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് അധികമായിട്ട് ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഹൈഡ്രോകോട്ടൽ ഏഷ്യാറ്റിക്ക പോലെ ഇത്രയും നല്ല
ഒരു വൈറ്റമിൻസ് എന്നല്ല, എന്താണ് ഇതിന് ഘടകങ്ങൾ നമ്മൾ വേർതിരിച്ച് പറയുമ്പോൾ നമ്മൾ പറയുമ്പോഴൊക്കെ പറയും വൈറ്റമിൻസ് ഉണ്ട്, ഹോർമോൺസ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, നമുക്ക് വേണ്ട മിനറൽസ് ഒക്കെ ഉണ്ടെന്ന് പറയും. പക്ഷെ എന്നാൽ ഇതിലുള്ള ആ ഒരു സ്മെല്ല്, അതിന് ആരോമാറ്റിക് ആയിട്ട് അതിന് കൊടുക്കുന്ന ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ജൈവികമായിട്ടുള്ള അതിന്റെ ആ ഒരു അത്ഭുതമാണ്. അത് എങ്ങനെ ആ പ്ലാന്റ് മാത്രം അത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള കാര്യം. അതൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പൊ ഹ്യൂമൻ ബീങ്സിൽ അനേകം ഹോർമോൺസ് ഉണ്ട്, നമ്മുടെ എൻഡോക്രൈൻസ് ഒരുപാട് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും താൽക്കാലികമായിട്ട് അവ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇപ്പൊ മഴക്കാലത്ത് എന്തെങ്കിലും പ്രത്യേകമുണ്ടോ എന്ന് പറഞ്ഞാൽ കലണ്ടുല പ്ലാന്റിനെ ഞാൻ മുമ്പ് പറഞ്ഞു കലണ്ടുല പ്ലാന്റിന്റെ അടുത്ത് ഇടിമിന്നലുള്ളപ്പോൾ നിൽക്കുകയാണെങ്കിൽ ആ പ്ലാന്റ്സിൽ നിന്ന് സ്പാർക്ക്, വെളിച്ചം അനുഭവപ്പെട്ടിട്ടുള്ളതായിട്ട് പല പുസ്തകങ്ങളും നമ്മുടെ ഹോമിയോപ്പതി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഞാൻ വായിച്ചു. അതേപോലുള്ള സാമ്യത, അതായത് താതാത്മ്യം അല്പ സമയത്തിനുള്ളിൽ കൊണ്ട് തന്നെ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിന്റെ ഒരു സ്റ്റഡിയാണ് കൂടുതലായിട്ടും ചെയ്തത്. ഞാൻ ഒരു കോൺക്ലേവിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു. അതായത് ഈ പ്ലാന്റ്സിൽ ഹോമിയോ മെഡിസിൻസ് തന്നെ എങ്ങനെ പ്രവർത്തിക്കുന്നുള്ളത്. നമുക്കിപ്പോ ഐച്ഛികമായിട്ട്, അതായത് ഐഡന്റിക്കലായിട്ട് കൺട്രോൾ ഇല്ലാതെ തന്നെ, അതായത് അൺകണ്ടീഷണലി അല്ലെങ്കിൽ കണ്ടീഷണലി നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അപ്പൊ കണ്ടീഷണലി നമുക്ക് വേണമെങ്കിൽ ഈ പ്ലാന്റ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിൽ ഒരു ഹയർ സ്റ്റഡീസിനും സാധ്യത ഉണ്ട്. ഈ കുടങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ക്രിസ്റ്റൽസ് കുടങ്ങലിന്റെ ഒരു പ്രത്യേകതയാണ് ഈ കാണുന്നത്. ഇത് ട്രാൻസ്പാരന്റ് ആണ്, അതേസമയം അത് വാട്ടർ സൊല്യൂബിളും ആണ്. ഇത് ഒരു റണ്ണറാണ്, അതായത് പോകുന്നിടത്തെല്ലാം കുറച്ച് വേര്, ആ 2-3 ഐറ്റം ഉണ്ട് ഈ കുടങ്ങല്, ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഹൈഡ്രോകോട്ടൽ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ വരമ്പുകളിലും നമ്മുടെ കുളത്തിനും തോട്ടിനും കൈത്തോട്ടിനും താഴെ ഈ കുളം ഉണ്ടല്ലോ, വീട്ടിന്റെ പറമ്പിലും തൊടിയിലും ഒക്കെ ആയിട്ട് സാധാരണ കണ്ടുവന്നിരുന്നതാണ്. ഈർപ്പം എപ്പോഴും വേണം, ഇളകിയ മണ്ണ്, ചെളി അധികം വേണ്ട, എന്നാൽ ചെറിയ സൂര്യപ്രകാശം വേണം, ചെറിയ ഷെയ്ഡും വേണം. അങ്ങനെയുള്ളിടത്ത് ഇത് പടർന്നു നിൽക്കുന്നതാണ്. നല്ല ലീഫ് വലുതായിട്ടൊക്കെ ചിലയിടങ്ങളിൽ കാണും, അത് വേറെ ഐറ്റമാണ്. ചെറുതായിരിക്കും, സൈസ് ഏറെക്കുറെ എല്ലാ ലീഫിനും ഒരേ സൈസ് ആയിരിക്കും, വലിയ സൈസ് കാണില്ല. പിന്നെ പോകുന്നിടത്തെല്ലാം എന്ത് കാണും, ഇതിന്റെ റൂട്ട് തണ്ട് മുകളിലോട്ട് വളരുകയും താഴെ കുറച്ച് വേരും കാണും. അതാണ് റണ്ണറിന്റെ പ്രത്യേകത. അതാണ് ഈ ഹൈഡ്രോകോട്ടിൽ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത്, ഒരു റണ്ണറാണ്. അതിന് ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം ഒന്നുകൂടി മുകളിലേക്ക്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഹൈഡ്രോകോട്ടിൽ ഏഷ്യാറ്റിക്കയുടെ എടുത്ത് പറഞ്ഞിരുന്നു. കാരണം ഈ അമ്മി എന്തോ ഉരല് പോലെ ഇങ്ങനെ തോന്നുന്നില്ലേ, അത് ഒരു പെച്ചൻ കയറിങ്ങനെ കെട്ടിയിട്ട ഇതുപോലുള്ളതാണ്. അത് നോക്കിയാൽ കാണാം. ഇത് സൊല്യൂബിളുമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് ചില ഇങ്ങനെ സൊല്യൂബിൾ അല്ലാതെ നീക്കി എടുക്കാൻ പറ്റുന്നതാണെങ്കിലും സൊല്യൂബിൾ അല്ലാതെയും കണ്ടിട്ടുണ്ട്. ഇത് സൊല്യൂബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഒറ്റ ക്രിസ്റ്റൽ, ഒറ്റ പദാർത്ഥമാണ്, ഒരു ധാതു ആണ്, അല്ലെങ്കിൽ ഒരു പദാർത്ഥമാണ്. ഈ സംഭവം ഒന്നാണ്, ഒരേ ഒരു കൺസ്ട്രക്ഷനാണ്, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നാണ്. ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറച്ചുകൂടെ വലുതായിട്ട് കെട്ടി അത് വരുന്നേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഇത് ഞാൻ റൈറ്റ് സൈഡിൽ നേരത്തെ ഒരു ക്രിസ്റ്റൽ പറഞ്ഞപ്പോൾ, കൊഴുത്തുവയുടെ കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു, അതിലുണ്ടായിരുന്നു ഇതേപോലുള്ള റൈറ്റ് സൈഡിലെ ഒരു ബൾബ് പോലെ കുറച്ച് കിടക്കുന്നു. ഈ വരച്ചതിൽ വെച്ചിരിക്കുന്ന താഴത്തെ ക്രിസ്റ്റലാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മുകളിൽ കാണുന്ന ആ ഈ ക്രിസ്റ്റലുകളെല്ലാം തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ട് അറിയത്തക്കതാണ്. ഇങ്ങനെ ഓരില എന്ന് പറയുന്ന 2 പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, ധാരാളമായിട്ട് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അവസരം തരികയാണെങ്കിൽ നമുക്ക് കൂടുതലുണ്ട്. എനിക്ക് ഇനിയും പേജസ് കണ്ടമാനം കിടക്കുന്നു. പുസ്തക പരിചയം എന്നുള്ളത് തന്നെ അനേകം ക്ലാസ്സുകളിൽ എടുത്താലും തീരില്ല. എന്റെ പുസ്തകത്തിന് 260 പേജുണ്ട്. ഓരോ പേജിലും ഇത്തരം ഓരോന്നോരോന്നായിട്ട് പുതിയതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ കൂടുതലായിട്ട് എൻ്റെ ലൈഫിന് ഒരു ഡേ ടു ഡേ എനർജി തന്നുകൊണ്ടിരുന്ന ഒരു വലിയ സംഭവമായിട്ട് തന്നെ ഇതങ്ങ് മാറുകയായിരുന്നു കുറച്ച് നാളുകളുണ്ട്. 13 വർഷം ഞാൻ നല്ലവണ്ണം പ്രവർത്തിച്ചുവെങ്കിലും 13 മാസങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ, 13 തന്നെയാണ് വളരെ കൂടുതൽ, രാത്രിയും പകലും ഇല്ലാതെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതായത് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യുക, അതിങ്ങനെ ഓരോ ക്രിസ്റ്റലായിട്ട് വന്നുകൊണ്ടിരിക്കുക, ധനം കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് കൂടുന്നത് പോലെ കണ്ടമാനം ക്രിസ്റ്റൽസ് ഇങ്ങനെ വരുന്നത് കാണാൻ കഴിയുന്ന വളരെ ഒരു അത്ഭുതം തന്നെയായിരുന്നു. ഇതിന്റെ റീസ്റ്റഡിക്ക് ഞാൻ വളരെ കൂടുതൽ സമയമൊന്നും ചിലവഴിക്കേണ്ടി വന്നില്ല. എന്നാലും ക്രിസ്റ്റൽസ് ഞാൻ മിക്കവാറും എല്ലാം റീസ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇടുക്കി പോയപ്പോൾ അവിടുത്തെ കാലാവസ്ഥ ഇതിന് പരിമിതമാണ് എങ്കിലും എനിക്ക് അത് സ്റ്റഡി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവിടെയും എനിക്കത് കാണാൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ വേറെ പല ഭാഗങ്ങളിൽ നിന്നും പ്ലാൻസ് കളക്ട് ചെയ്ത് ചെയ്യേണ്ടി വരുന്നു. കാര്യം അത്രയും സംശയാസ്പദമായിരുന്നു. പിന്നെ സൊല്യൂഷൻസിന് സംശയം വന്നു, സ്പിരിറ്റ് ഉപയോഗിച്ചിരുന്ന സ്പിരിറ്റ്, അതൊക്കെ ഞാൻ വാച്ച് ചെയ്തിട്ടാണ് വിചാരിക്കുന്നത്. നമുക്ക് തോന്നാം ഇപ്പൊ നമുക്ക് സ്പിരിറ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ പല ക്രിസ്റ്റൽസും അങ്ങനെയൊന്നും ഒരിക്കലും വന്നിട്ടില്ല. ഞാൻ സ്പിരിറ്റ് സ്ലൈഡ്സ് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമാണ് 16ഓളം ക്രിസ്റ്റൽസ് സ്ലൈഡ്സ് ഞാൻ മിക്കവാറും ഓരോ പ്ലാൻസിനും വാച്ച് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് വരച്ച് ചേർക്കുന്നതിന് എത്രയോ സ്ലൈഡ്സിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു സ്ലൈഡിൽ 4-5 രീതിയിലുള്ള ക്രിസ്റ്റൽസേ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്സർവ് ചെയ്ത് കിട്ടുന്നതിനെ ഒബ്സർവേഷൻ ഡേറ്റ് വരെ കുറിച്ച് വെച്ചിട്ട് ഞാൻ
ഓരോ പ്ലാന്റ്സിന്റെയും ഈ സ്റ്റഡി ചെയ്തപ്പോൾ ഞാൻ അതിന് പ്രത്യേകം വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത് നിങ്ങളെ കാണിക്കാം. ഒരുപാട് ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് ഞാനത് ഇന്ന് കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ അത് എടുത്തിട്ടുണ്ട്. അതും ഞാൻ അതിനകത്ത് കാണിക്കാം. ഈ ക്രിസ്റ്റൽ സ്റ്റഡിയിൽ എന്നെ ആദ്യം സഹായിക്കുന്നത്, ഞാൻ ഈ തൈരിലെ നമ്മുടെ ബയോമോളിക്യൂൾസ്, നമ്മുടെ ഹോമിയോ മെഡിസിൻസ് എന്തെങ്കിലും ഫംഗസിന് ആക്ഷൻ വരുന്നുണ്ടോ എന്നൊരു സ്റ്റഡി ചെയ്തു. അതിന്റെ പടമാണ് ഈ വരച്ചിരിക്കുന്നതെല്ലാം അങ്ങനെയുള്ളതാണ്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാണത്തില്ല സാറേ, കാണുന്നില്ല. കാണത്തില്ല. ശരി. അപ്പൊ പിന്നെ ആകാം. അപ്പൊ അങ്ങനെ ആ ക്രിസ്റ്റൽസിന്റെ സ്റ്റഡിയിൽ നിന്നാണ് ഈ ഒരു ക്രിസ്റ്റൽ വേർതിരിഞ്ഞു വന്നതും ഇതെല്ലാം തന്നെ അന്ന് ആ കാലത്തെ ഇതിന്റെ ചിത്രങ്ങൾ വരച്ച ബുക്കുകൾ നിന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഇത് കുറച്ചുകൂടെ മുകളിലോട്ട് കാണിക്കാം. ഈ ബാക്കി ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ചിത്രത്തോടു കൂടി ഇന്ന് തീരുന്നെന്ന് തോന്നുന്നു. സ്ലൈഡ് തീർന്നില്ലേ? നെക്സ്റ്റ് ഉണ്ടോ സ്ലൈഡ്? തീർന്നു. താങ്ക് യു. അപ്പൊ ഇന്നെങ്കിലും നേരത്തെ എനിക്ക് നിർത്താൻ കഴിഞ്ഞു. 10 മിനിറ്റെങ്കിലും ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു. ശരി. അപ്പൊ ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അനുവദനീയമാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്തത് കുപ്പമേനി, ഇങ്ങനെയുള്ള അനേകം പ്ലാന്റ്സ് ഉണ്ട്. ഈ പ്ലാന്റ്സിനെ ഈ പുസ്തകത്തില് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തുക മാത്രമേ ഉള്ളൂ, അത് ഇതിന്റെ ഇൻഡിക്കേഷനും ഉണ്ടോ ബുക്കില്? എന്താണ് ബുക്കില് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തിയ അതിന്റെ ക്രിസ്റ്റലിന്റെ അങ്ങനെ ഡീറ്റെയിൽസും അതോടൊപ്പം അതിന്റെ ഇൻഡിക്കേഷൻസും ഉണ്ടോ? അത് താഴെ ഈ കാലത്ത് കൊടുത്തിരിക്കുന്നതല്ലേ ഉള്ളൂ. അത് കാണാമല്ലോ, ആ സ്ലൈഡിൽ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലുണ്ടല്ലോ. അത്ര എഴുതി ചോട്ടില് കുറച്ച് ഒരു പാരഗ്രാഫ് അത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞു വളരെ കൂടുതൽ പറഞ്ഞെങ്കിലും ഈ ക്രിസ്റ്റൽസിനെ കാണിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കാര്യം 120ഓളം പിക്ചറുകൾ ഞാൻ എടുത്തപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഇതിനൊന്ന് CD ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാശിയേറി 13 മാസം നിരന്തരമായിട്ട് ഇരുന്ന് ഈ കണ്ടത് മുഴുവനും ചിത്രീകരിക്കാനും വരച്ചു ചേർക്കാനും എടുക്കാനും വേണ്ടി രാപകലില്ലാതെ എടുത്തിട്ട് ഞാൻ തയ്യാറാക്കിയത്. അപ്പോൾ CD-ക്ക് സാധ്യത ഇല്ലാതെ വന്ന് പെട്ടെന്ന് തന്നെ ഞാനിത് ഒന്ന് കോറിലേറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ച് തനിയെ തന്നെയൊക്കെ ശരിയാക്കി എന്നെ അതിന് 1-2 പേര് നമ്മുടെ തിരുവനന്തപുരത്ത് ഡോക്ടർ ലീലാവതി മാഡം ത്തിനെ ഞാനിത് കാണിച്ചിരുന്നു. അപ്പൊ അവരുടെ ഒരു ആളുണ്ടായിരുന്നു അവിടെ, ഒരു പുള്ളിക്കാരൻ ഒരു കമ്പ്യൂട്ടർ സ്റ്റഡി ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന മകനാണ് തോന്നുന്നു, ചെറുകുട്ടി. അപ്പൊ അദ്ദേഹം എനിക്ക് ഇതൊന്ന് കോറിലേറ്റ് ചെയ്ത് ശരിക്കും വെച്ചു. പിന്നെ ഞാൻ അതിനുശേഷം അനേകം പിക്ചർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടതല്ലാതെ. അപ്പൊ അങ്ങനെ ഒരു പുസ്തകത്തിന്റെ ഭാഗം CD-യിലേക്ക് ചേർക്കാൻ ശ്രമിച്ചപ്പോൾ പിന്നീട് എനിക്ക് ജോലിയായി. ഉടൻ തന്നെ ഇടുക്കിയിലേക്ക് IHM NRHM ജോലിയായി ഞാൻ പോയപ്പോൾ ഇത് എന്റെ സമയം മാറി. ഇത് ഒരാഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്തതിന്റെ അടുത്ത ആഴ്ച എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പോവുകയാണ് ചെയ്തത്. അത് 6 മാസം ഞങ്ങൾ കഴിഞ്ഞിട്ട് 6 മാസം പറഞ്ഞിരുന്ന. അപ്പൊ ഡോക്ടറുടെ കഷ്ടപ്പാടിന് ഫലം ഉണ്ടായി. അതാണ് ഉടനെ അപ്പോയിന്റ്മെന്റ് കിട്ടി. എന്തായാലും വളരെ സന്തോഷം. ഇത്രയും ഒരു എഫർട്ട് എടുത്തതിലും വളരെ സന്തോഷം. അപ്പൊ ഇന്നത്തെ ഈ പുസ്തക പരിചയത്തിന് അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറെ എന്താണ് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ആദ്യമായിട്ട് ശരിക്കും ഡോക്ടറെ അഭിനന്ദിക്കണം. കാരണം ഹോമിയോപ്പതി ഈ ഒരു സ്പീഷീസിലെ ആൾക്കാർ കുറവാണ്. ഇദ്ദേഹം വളരെ മൗനിയായിട്ടൊരു ആളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൗനിയാണ് മുനിയെന്ന് പറയും. ഇപ്പം പൊതുവെ വർത്തമാനം കുറവാണ്, പ്രവൃത്തി വളരെ കൂടുതലാണ് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഡോക്ടർ BSc കഴിഞ്ഞിട്ടാണ് BHMS വന്നത്? ഞാൻ BSc ചെയ്തില്ല ഡോക്ടറെ. എനിക്ക് 1 കൊല്ലം കൂടി അവിടെ നിന്ന്, ഒരു 6 മാസം കൂടി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ ചാടിപ്പോയി. ഹോമിയോപ്പതിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ ഞാൻ BSc ബോട്ടണി എടുത്തിട്ട് സുവോളജിയിലേക്ക് ചാടി. എന്നിട്ട് സുവോളജി 2 കൊല്ലമായിരുന്നു. ഞാൻ മെയിൻ മാത്രം എഴുതിയില്ല, ബാക്കിയൊക്കെ എനിക്ക് കിട്ടി. ബയോകെമിസ്ട്രി ആയിരുന്നു അത്. എന്നിട്ട് അപ്പോഴാണ് ഹോമിയോപ്പതി സന്തോഷമായിട്ട്. ഞാനത് പറയാൻ കാര്യം, നമ്മുടെ ഈ ഹോമിയോപ്പതി പരാജയപ്പെടണം അവിടെ. അതായത് പ്രീ-ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികൾ ഹോമിയോപ്പതി പഠിക്കാൻ വരുമ്പോൾ അത് MBBS അത് മതി, പക്ഷെ ഹോമിയോപ്പതിക്ക് അത് പോരാ. എനിക്കറിയാം, ഞാൻ ഡിപ്ലോമ കോഴ്സുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരാണ് ഡിപ്ലോമയ്ക്ക് പഠിക്കാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇപ്പൊ ഇത് നമ്മുടെ ഈ ഗ്രൂപ്പ് ഇതിനകത്ത് സ്ഥിരം കയറുന്ന അഗ്രികൾച്ചർ ഓഫീസർ ആളുണ്ട്. അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടാണ് ഹോമിയോപ്പതി പഠിക്കുക. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഈ ഡിഗ്രി കോഴ്സുകളിലും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു വരുന്ന ആൾക്കാർ കുറെ കൂടെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതാ ചോദിച്ചത്, എന്തുകൊണ്ട് ഡോക്ടറെ കൂടെ പഠിച്ച ഒരുപാട് പേരുണ്ടല്ലോ, എല്ലാ ഒരേ സാഹചര്യങ്ങളിലും പഠിച്ചെങ്കിൽ ഇത്രയും ചിന്തിക്കാനുള്ള കഴിവ് ഡോക്ടർക്ക് ഉണ്ടായി. പക്ഷെ ദൗർഭാഗ്യത്തിൽ നമ്മൾ ലത്തീഫ് സാറിനെ നമുക്ക് വേണ്ടവണ്ണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. സാറിനെ ആരും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ദുരന്തം. പിന്നെ സാറിന് ചില രീതികളും. എന്തായാലും ഡോക്ടർ വളരെ വിദഗ്ധനായ ഒരാൾ മാത്രമല്ല, ഇപ്പോഴെങ്കിലും നമ്മുടെ സമൂഹം ഡോക്ടറെ തിരിച്ചറിഞ്ഞു. വളരെ സന്തോഷം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ആവശ്യം.
അതുപോലെ തന്നെ താമസിയാതെ ചില കോളേജുകളിൽ നിന്നും ഡോക്ടർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വിളി വരും. അപ്പോൾ റെസ്പോണ്ട് ചെയ്യുക. താങ്ക് യു. ഓക്കെ, സന്തോഷം മനോജ് ഡോക്ടറെ. അടുത്തത് ഡോക്ടർ സലീം കുമാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഓക്കെ. സാറേ, ഇതൊരു സാറിൻ്റെ ക്ലാസ് ഒരു പുതിയ അനുഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ ഈ രീതിയിൽ ഹോമിയോപ്പതിയെ കൊണ്ടുപോയി എത്തിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇടയിൽ കൂടി പറഞ്ഞോട്ടെ, ഞാനൊരു BSc ബോട്ടണിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ താല്പര്യത്തോടെ സാറിൻ്റെ പല ക്ലാസ് കേട്ടിരുന്നു. ഇതിൽ സാറ് പറഞ്ഞ ഇതിൽ ഹോമിയോപ്പതിക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു വഴി സാറ് നേരത്തെ ഇത് കീഴാനെല്ലിയും ചെല്ലോണിയത്തിലും ക്രിസ്റ്റൽ സ്റ്റഡീസ് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡീസ് കൂടുതൽ വന്നു കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മളൊരു ചെലഡോണിയത്തിനേക്കാൾ കീഴാനെല്ലി കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ ഫിൻലാന്തസ് കൊടുത്തു നോക്കാം എന്നുള്ള ഒരു ധാരണയിലേക്ക് ആൾക്കാർ ഡോക്ടേഴ്സിന് എളുപ്പമാണ്. ചിലപ്പോൾ ഇതിൽ ചിലർക്ക് ചെലഡോണിയം ഫലിക്കുമ്പോൾ അതിനേക്കാൾ നന്നായിട്ട് ചിലർക്ക് ഈ ഫിൻലാന്തസ് വഴി ഫലിച്ചു എന്ന് വരാം. അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത, ഒരു ഗുണം. പിന്നെ ഒന്നിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്, സാറ് നേരത്തെ കറുക സൈനോഡൻ ഡാക്ടൈലോൺ പറഞ്ഞിരുന്നു. കറുകയ്ക്ക് ഒന്ന് TB പോലെയുള്ള അതൊരു വലിയൊരു ഹൈ റീജുവനേറ്ററാണ് കറുക. TB വന്ന് മരിക്കും എന്ന് പറഞ്ഞ് കട്ടിലേൽ പൊതിച്ചിട്ട ബോഡി ആളെ കട്ടിലേൽ ആളുണ്ടെന്ന് കാണില്ലാത്ത രീതിയിൽ സൂക്ഷിച്ചു പോയ വ്യക്തിയെ കറുകയുടെ ജ്യൂസ് ഡെയിലി കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ആ പുള്ളി 1.5 മാസം കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർക്ക് അയാളെ കണ്ട് മനസ്സിലായില്ല, ഇയാൾ ജീവനോട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചില്ല. അത്രയ്ക്ക് റീജുവനേഷൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് കറുക. പിന്നെ ഈ സാറ് എനിക്കൊരു സംശയം വന്നത്, സാറ് ആലോവീരയും സോക്രട്ടീനും തമ്മിൽ മാറിപ്പോയി, അല്ലെങ്കിൽ രണ്ടിനും ആലോവീരയ്ക്ക് സോക്രട്ടീനും സെയിം ഇതുണ്ടോ? പൈൽസിന് പ്രയോജനപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ടാണ് സംശയം വന്നത്. അതുപോലെ എനിക്ക് പറയാം അത് ഈ അലോവീരയാണ് നമ്മുടെ നാട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നത്. പൈൽസിനെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ അലോസോക്കറ്റ് തന്നെയാണ്. ആലോവീരയ്ക്ക് വേറെ പ്രോബ്ലം ഉണ്ട്. സാറ് പറഞ്ഞ പോലെ അതിന്റെ ആ ജെല്ലിന്റെയും ഇലയുടെ ഇടയിലുള്ള ഒരു സാപ്പ് പോലെ സാധനമുണ്ട്. അത് ഹൈലി ടോക്സിക് ആണ് മനുഷ്യർക്ക്. അത് നമ്മുടെ സ്കിന്നിലൊക്കെ ആയിക്കഴിഞ്ഞാൽ സ്കിൻ ഡാർക്കായി പോകും. അങ്ങനെ പ്രശ്നമുണ്ട്. കൂടിയ ഒരു ബ്രാൻഡാണ്. പിന്നെ ഈ കറുകയുടെ കാര്യം ഒന്നുകൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുണ്ട്. അതായത് നമ്മുടെ ഈ വേ ഉണ്ടല്ലോ, മുള, ഈ മുള എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട സസ്യമാണ്. ഇത് ധാരാളമായിട്ട് സൈലീഷ്യ സിലിക്ക ഉണ്ട്. അപ്പൊ അതാണ് ഈ റീജുവനേറ്റർ ഞാൻ എടുത്തു പറഞ്ഞു. കറുക ഒരുപാട് ക്ഷീണിച്ചു പോയ വ്യക്തികളെ പെട്ടെന്ന് റീജുവനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഇതുണ്ട്. അല്ലാതെ ഇതാണ് ഈ സിലിക്കയുടെ, അതാണ് ഈ പുസ്തകത്തിൽ ഉദ്ദേശിക്കുന്നത്. എനിക്കതൊന്നും കൂടുതൽ എടുത്തു പറയാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ഒരു പുസ്തകം കോപ്പീസ് കുറെ ഇരിക്കുന്നേ ഉള്ളൂ. ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കാൻ പറ്റും, ഇതൊക്കെ പറയണം. അതായത് ഈ സാമ്യത, ഇതിന്റെ ഈ നമ്മുടെ ഈ മിനറൽ സാമ്യതയും വളരെ ബന്ധമുണ്ട്. ഇപ്പൊ സിലിക്ക നമ്മുടെ ട്യൂബർകുലോസിന് നമുക്ക് അസിമിലേറ്ററി പവർ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഞാൻ ധാരാളമായിട്ട് സിലിക്ക ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ലത്തീഫ് സാറിന്റെ സ്റ്റഡി ഞാൻ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ കോവലിന്റെ ലീഫ് കറി വയ്ക്കാവുന്നതാണ്. പിന്നെ സാറ് ഹൈഡ്രോകോട്ടയിൽ പറഞ്ഞില്ലേ, ഹൈഡ്രോകോട്ടയിൽ ഏഷ്യാറ്റിക്ക, അത് ഒരു പുസ്തകത്തിനും വായിക്കാതെ എനിക്ക് സ്വയം തോന്നി ചവച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ ഞാൻ ചമ്മന്തി അരച്ച് നോക്കി, എന്റെ സ്വയം കണ്ടെടുത്തോന്ന് വേണേൽ പറയാം. ഞങ്ങൾ ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട്. ഇപ്പൊ ആരും ഒന്നും പറഞ്ഞല്ല. നമ്മുടെ ടീച്ചർ എന്തിനാണ് പറയുന്നത്, അത് ലെപ്രസിയുടെ ഒരു മെഡിസിൻ ആയിട്ടാണ് പറയുന്നത്. സ്കിന്ന് ഒരുപാട് ഇങ്ങനെ വിണ്ടു പോകുന്നു, അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹൈഡ്രോകോട്ടലിന്റെ ആക്ഷൻ വളരെ നല്ല പ്ലസ് ആണ്. നല്ല ഡ്രെയിനേജ് മെഡിസിൻ ആണ്. നമുക്ക് പേടിയാണല്ലോ ആഹാരത്തെ നമ്മൾ കാണുന്നു. ഹോമിയോപ്പതിക്കാരാണ്. ഇന്നത്തെ ഈ പുസ്തക പരിചയത്തിനെ കുറിച്ച് എന്താണ് നമ്മുടെ ഹോമിയോപ്പതി സ്നേഹിയായ ഷാലു രാജൻ എന്താണ് പറയാനുള്ളത് കേൾക്കാം. ഞാന് ഇത് വാച്ച് ചെയ്യായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചുറ്റും കാണുന്ന എന്താ പറയാ, പൂച്ചെടികൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആടിനൊക്കെ പറിച്ചിട്ട് കൊടുക്കുന്ന ഈ സസ്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചവിട്ടി തേച്ച് പോകുന്നതാണെന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊക്കെ ഇത്രയും എന്താ പറയാ, ഒരു ഹീലിങ്ങിന് വേണ്ടി, നമ്മുടെ ശാരീരികമായിട്ടുള്ള സൗഖ്യത്തിന് വേണ്ടിയിട്ട്, ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സുകളിൽ എപ്പോഴും തുടക്കത്തിലേ പറയുന്നൊരു കാര്യമാണ്. ഈ ഭൂമിയിൽ ഒന്നും തന്നെ
ദൈവം അറിയാതെ സംഭവിച്ചിട്ടില്ല. എന്തെടുത്തു കഴിഞ്ഞാലും അതിനകത്തൊരു ദൈവികത നമുക്ക് കാണുവാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ദൈവികമായ അംശം നമുക്ക് കാണുവാൻ കഴിയും. അത് സസ്യങ്ങളിലാകട്ടെ, ജന്തുക്കളിലാകട്ടെ, അല്ലെങ്കിൽ ഇപ്പോ ചൊൽവണത്തെ കുറിച്ച് അല്ലെ, ചൊൽവണത്തിന്റെ വേറെ ഏതോ അതേ ഫാമിലിയിൽ വരുന്നതാണെന്ന് തോന്നുന്നു. പൊടിത്തു പോവാ. അതിൽ നിന്ന് പോലും അല്ലെ, ചൊൽവണം തന്നെയാണോ? അത് പൊടിത്തു അതിന്റെ പോവാ. ചൊറിയണത്തിൽ പൊടിത്തു പോവാ. അതിന്റെ പൊടിത്തു പോവാ. വേറൊരു ആ പൊടിത്തു പോവാ. ചൊറിയണം തന്നെ അത് വകഭേദം. ആ അത് അതിൽ മുഴുവനും നിന്ന് ഉണ്ട്. പോലും നമുക്ക് അതിനെ സാധാരണ പോലെ നമ്മൾ നമുക്ക് ആ അതിന്റെ പറഞ്ഞോ പൂക്കൾക്ക് ഡോക്ടർ. വ്യത്യാസം. ഇത് വള്ളി ഇങ്ങനെ ആ പടർന്നു ആ വളർന്നു പോകും. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ഓരോ ഔഷധങ്ങളും നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കി എല്ലാത്തിനും പൊതുവായിട്ടുള്ള യൂസ് ഒരിടത്തു നിന്ന് വേറൊരിടത്തു നിന്നാണ്. എല്ലാം പല ഉപയോഗങ്ങൾക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് എങ്ങനെ പണ്ട് കാലത്ത് നമ്മുടെ ഋഷികളുടെ പുസ്തകങ്ങളും നമ്മുടെ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. സദാസമയം എന്തെങ്കിലും മുറിവ് വന്നപ്പോൾ ഉടനെ അവിടെ ഒരു ആള് അദ്ദേഹത്തിന് ഒരു ഉപദേശം കൊടുത്തു. ഉടൻ തന്നെ ഒരു പ്ലാന്റ് അവിടെ ഉണ്ടായി. ആ പ്ലാന്റിനെ പറിച്ചു അദ്ദേഹം വേഗമായിട്ട് ഉപയോഗിച്ച് ഫലം കണ്ടെത്തി. ഇങ്ങനെയൊക്കെ ഉണ്ടായതാണിത്. അത് ആ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അന്ന് മുതലേ, അല്ലെങ്കിൽ വളരെ പഴക്കമുള്ള അത്രയും വളരെ വേഗമായിട്ടുള്ള ഒരു നോമൻ ക്ലേച്ചറാണ് ഈ പ്ലാന്റ്സിനൊക്കെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഈ പുസ്തകത്തിലൂടെ കുറച്ച് സമർത്ഥിക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ കൊടിത്തുവ ഒരു വെറും അതുപോലെയൊക്കെ ഉള്ള ഉപയോഗിച്ച് വരുമ്പോൾ പലരും പല നാട്ടിലും പല പേരുകൾ പറയുന്നുണ്ട്. ആ ഇത് തന്നെ എന്ന് പറഞ്ഞ് പറിച്ച് പിഴിഞ്ഞ് അവരെ കൊടുക്കുകയാണ്. അത് ഈ വൈദ്യത്തിന്റെ പാരമ്പര്യത്തിൽ ഉടനീളം അനുഭവിച്ചു വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ്. നമുക്ക് ഹോമിയോപ്പതിക്കാർക്ക് പക്ഷേ നമ്മൾ കുറെ കൂടി കൂടുതൽ നമ്മൾ അതിൽ നിന്ന് മാറി കുറച്ചുകൂടി ജനങ്ങളുടെ സയന്റിഫിക് എന്ന് പറയുന്ന ഒരു ന്യൂ അപ്രോച്ചിലേക്ക് പോകുന്നത് കൊണ്ടാണ് കൂടുതൽ അങ്ങോട്ട് തന്നെ നമ്മൾ ബാക്കിലോട്ട് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ നിന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ ഫ്ലറിഷ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ പ്രാക്ടീസിനെ നമ്മൾ സഹായിക്കാൻ ഈ ഇത്തരത്തിലുള്ള സ്റ്റഡി ഉപകരിക്കും. പക്ഷേ അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ജെലിഡോണിയത്തിന് പകരം വില്ലാന്തസ് ഉപയോഗിക്കുന്ന പ്രവണത ശരിയാവില്ല. ചിലഡോണിയത്തിന് തന്നെ വേണം. കാരണം ചിലഡോണിയത്തിന് 2 ക്രിസ്റ്റൽ ഇതിനകത്ത് കിടക്കുന്ന ചിലഡോണിയം ഒരിക്കലും ഇല്ലാത്തത് ആവില്ല. ചിലഡോണിയത്തിന്റെ ആ ഒരു ബാക്ക് ഒക്കെ പറയുന്ന ഷോൾഡറിൽ സ്കാപ്പുലർ റീജിയണ്, ബിലോ, അപ്പർ, നിയർ, മിഡില് ഇത്രയും ആക്ഷൻ ഉള്ള ചിലഡോണിയം വേറെ ഒരു ഒന്നിനുമില്ല. നമുക്കിപ്പോ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇനി അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ വീണ്ടും സാറ് എത്തുകയും നമുക്ക് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയ സ്റ്റഡീസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ സ്റ്റഡിയൊക്കെ ചെയ്യുന്നുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടർ ചെയ്യുന്ന വിവരം പുറം ലോകം അറിയുന്നുണ്ടോ എന്ന് ഉള്ളത് സംശയമാണ്. ഇതിനൊക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമുക്ക് 4 ഭാഗങ്ങളായി പുസ്തക പരിചയം നടത്തിയ സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ശ്രീ ഷാലു രാജനെ ക്ഷണിക്കുന്നു. താങ്ക് യു. ഓക്കെ, ഇന്ന് നമ്മുടെ IFPHന്റെ 1714 മലയാള വെബിനാർ ആണ്. അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്കായിട്ട് ക്ലാസ് എടുത്തത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ മഷൂദ് സാറാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 4ാം ഭാഗത്തെ കുറിച്ചുള്ള ഒരു പരിചയം അദ്ദേഹം മികച്ച രീതിയിൽ മനോഹരമായിട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചുറ്റും കാണുന്ന ജൈവികതയെ നമുക്ക് ദൈവികമായിട്ട് ഉപയോഗിക്കുവാൻ കഴിയുമ്പോൾ അതിന്റെ ഫലം നമുക്ക് നമ്മുടെ സകല ചരാചരങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ വരുന്ന ആളുകളിൽ അവരിൽ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയും. ആസ് എ ഹോമിയോപ്പതിക് ലവർ ഇന്ന് എന്നെ സംബന്ധിച്ച് നല്ലൊരു ദിവസമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം ഇങ്ങനെ ഒരു സ്ലൈഡ്സ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലൂടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. എന്തായാലും ഇവിടെ ഇത്രയും സമയം നമുക്ക് വേണ്ടി ക്ലാസ് നൽകിയ ഡോക്ടറിന് IFPHന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അങ്ങയുടെ ഈ ഒരു കഠിനാധ്വാനം ഇവിടെ തന്നെ ഒതുങ്ങി നിൽക്കാതെ കൂടുതൽ അവസരങ്ങൾ കിട്ടി അത് പുറം ലോകത്തേക്ക് കൂടുതലായിട്ട് അറിയിക്കുവാൻ തക്കവണ്ണം അങ്ങേക്കും അതുപോലെ ഈ ഹോമിയോപ്പതിക് ലവറായിട്ടുള്ള എനിക്കും എന്നെ പോലെയുള്ളവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുന്നു. അങ്ങേക്കുള്ള എല്ലാവിധ നന്ദിയും സ്നേഹവും IFPHന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ് എല്ലാവർക്കും എൻ്റെ IFPHന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു ക്ലാസ് മോഡറേറ്റ് ചെയ്ത ഡോക്ടർ ഷൈല മാഡത്തോടുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ഷാലു രാജന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇനി ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ ഇനിയൊരു ക്ലാസ് ഈ വിഷയത്തിൽ തന്നെയോ മറ്റു വിഷയങ്ങളിലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്ന്
ആശിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.